ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് പതിവുള്ളതുപോലെ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചുകൊണ്ട് തുടങ്ങാം. ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ഒരു പ്രോസസ്സ് ആയിരിക്കും ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്യൂഡോ ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂഡ് ഡിസൈനിങ്ങിൻ്റെ ഇന്നത്തെ മോഡ്യൂളിലേക്ക് നമ്മൾ പോകും. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പങ്കുവെക്കാനോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യത്തെ സമയം എടുക്കുക. എന്തെങ്കിലും പ്രയോഗിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇല്ലാത്തവർ റെക്കോർഡ് കേട്ടപ്പോഴുള്ള സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിണ്ടിപ്പറഞ്ഞ് തുടങ്ങാം. പിന്നെ പറ്റാവുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരിക. ഓക്കെ, ഒന്നും പറയാത്തത് കൊണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാന ഭാഗത്ത് പറഞ്ഞിരുന്ന ഒരു സംഗതിയായിരുന്നു സ്യൂഡോ ഓറിയന്റേഷൻ ഇൻ ടു ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഒരു പരിധിവരെ സൈക്കോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ സ്യൂഡോ സ്യൂഡോ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യല്ല, പക്ഷെ നമ്മളെ മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ഇമേജിൻ ചെയ്യുന്നതും ഏകദേശം ഒരുപോലെയാണെന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മിൽട്ടൺ എറിക്സൺ നേരത്തെ ഉപയോഗിച്ച ടെക്നിക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് മുമ്പ് NLP ചെയ്ത ആളുകൾക്കറിയാം, നമ്മൾ TV സ്ക്രീൻ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിന്. അപ്പം പലതിൽ നിന്നും കടമെടുത്തത് കൊണ്ട് തന്നെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ NLPയിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ NLPയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ആ ഒരു സാധ്യത നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണ TV സ്ക്രീൻ ഈ പ്രോസസ്സിൽ നമുക്ക് വേണം. കാരണം നമുക്ക് ഒന്ന് നമ്മളിൽ നിന്ന് വേർപെട്ട് ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കാണുന്നതിന് വേണ്ടിയാണത്. കാരണം ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ലേണിങ് നടക്കേണ്ടതുണ്ട്. ആ ലേണിങ് നടക്കണമെങ്കിൽ നമ്മൾ സബ്ജക്റ്റീവായിട്ട് ഒരു സംഗതിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ലേണിങ്ങുകൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇമോഷണൽ ആയിരിക്കും. ഒരു സംഗതി ഞാൻ സബ്ജക്റ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇമോഷണൽ ആവുന്നത് കൊണ്ട് എൻ്റെ ലിംബിക് സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് പലതും ലേൺ ചെയ്യാൻ പറ്റൂല. നമുക്ക് സാധാരണ ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ ഒക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ എനിക്ക് ലേണിങ് അത്ര എളുപ്പമാവില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മാറ്റിയിട്ട് അതിനെ ഒന്ന് അധികം ഇമോഷണൽ അല്ലാതെ സബ്ജക്റ്റീവ് അല്ലാതെ അതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു സാധ്യതയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് കാണിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് അറിഞ്ഞ് ചെയ്യുമ്പോൾ സുഖമാണല്ലോ. നമ്മൾ സാധാരണ അത് ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കും, കണ്ണടയ്ക്കും, റിലാക്സ് ചെയ്യും. പിന്നെ നമ്മളൊരു TV സ്ക്രീൻ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇമേജിൻ ചെയ്യും. TV സ്ക്രീൻ എന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ കാരണം നമ്മളിപ്പോൾ വൈഡായിട്ട് ഉപയോഗിക്കുന്നത് TV സ്ക്രീൻ ആയതുകൊണ്ട് മറ്റ് സ്ക്രീൻ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അതിൽ നമ്മുടെ ഏജ് റിഗ്രഷൻ നമ്മൾ പിറകോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ പെയിൻഫുൾ സിറ്റുവേഷൻസ് ഓരോന്നായിട്ട് നമ്മൾ പിറകോട്ട് സഞ്ചരിച്ച് കാണും. ഏകദേശം ഒരു 5 വയസ്സ് വരെയൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുന്നത് എത്രയാണോ, 5 വയസ്സ് എന്ന് പറയുന്നത് ഒരു ഏകദേശം പറയുന്നതാണ്. നമുക്ക് ഓർമ്മയിൽ എത്രത്തോളം പിറകോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പിറകോട്ട് പോകുന്ന ഒരു രീതിയാണ്. ഒരു 5 വർഷമൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ പോവുക. തുടക്കത്തിൽ ചെറിയ പ്രായം കുറച്ച്, പിന്നെ കൂടുതൽ കൂടുതൽ നമ്മൾ കണ്ടുപോകും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ ഉദ്ദേശം അതല്ല. ഇതാണ് നമ്മൾ അന്ന് അനുഭവിച്ച കാര്യങ്ങൾ വീണ്ടും കാണുന്ന സമയത്ത്, വീണ്ടും അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുക, വാട്ട് ഈസ് അവർ ലേണിങ്സ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ട്രോമകളൊക്കെ ഹീൽ ചെയ്തുകൊണ്ട് നമ്മൾ, അതായത് ഈ ലേണിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്ന് പഠിക്കേണ്ട പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീൽ ചെയ്യുന്നു എന്നുള്ളത് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ സ്പിരിച്വൽ കൂടി ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ് എന്നുള്ളത്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ലാംഗ്വേജ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഗതികൾ തരുന്നത് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു സ്പിരിച്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്നെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം എന്നെ പരീക്ഷിക്കുകയല്ല. പരീക്ഷിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നെഗറ്റീവായി പോവുക ചെയ്യുന്നത്. പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പരിശീലിച്ചത് എന്നുള്ളത് പരിശീലിച്ചിട്ട് നമ്മൾ പോരുകയാണ്, നമ്മൾ പിറകോട്ട് പോയിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലേണിങ്സ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു അടുത്ത 10 കൊല്ലത്തേക്ക് നമ്മൾ മുന്നോട്ടുള്ളത് കൂടി കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്യൂഡോ ഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നതിൽ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന് കാരണം. നമ്മൾ എന്ത് ചെയ്യാണ്, പാസ്റ്റിലേക്ക് പോയി അവിടൊക്കെ റിയൽ ആണ്, പക്ഷെ ഫ്യൂച്ചറിലേക്ക് പോണത് നമുക്ക് ഇപ്പൊ സംഭവിച്ചതല്ല, സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഈ സാധ്യത നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയാണ് സ്യൂഡോ ഓറിയന്റേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ഈ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെയും തന്നെ അത്യാവശ്യം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ചെറിയൊരു സമയം എടുത്തുകൊണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. NLP കുറച്ചെങ്കിലും പഠിച്ച ആളുകൾക്ക് ഈ സംഗതി കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ പഠിക്കാത്ത ആളുകൾ കൂടി കിട്ടുന്ന രൂപത്തിൽ നമുക്കത് ഇതാവുക എന്നുള്ളതാണ്. ഇതിലാകെ കൂടി നമുക്ക് പരിചയമില്ലാത്ത ചില NLP പഠിക്കാത്ത ആളുകൾക്ക് പരിചയമില്ലാത്തത് ഡിസോസിയേഷൻ എന്നുള്ളൊരു വാക്കായിരിക്കും. ഞാൻ അനുഭവിക്കുന്നതിന് പകരം ഞാൻ എന്നിൽ നിന്ന് വേർപെട്ട് അത് കാണുക, അതായത് നമ്മൾ അതിൻ്റെ വിഷ്വൽ സീക്വൻസിൽ നിർത്തിയിട്ട് നമ്മളത് ഒബ്സർവ് ചെയ്തിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ ലേൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ മോഡ്യൂളിലേക്ക് പോവേണ്ടതുണ്ട്. അപ്പം പറ്റാവുന്ന ആളുകൾ വീഡിയോയിൽ വന്നാൽ സന്തോഷമാണ്. ബാക്കിയുള്ള ആളുകൾ ഇൻ ബിറ്റ്വീൻ ജോയിൻ ചെയ്യട്ടെ. നമുക്ക് തുടക്കത്തിൽ പിന്നെ സെഷൻ്റെ ഇടക്ക് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ് ശരിക്ക് ഈ സ്യൂഡോ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സ്യൂഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കപടം എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ മനസ്സിനെ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്. പക്ഷെ ബ്രെയിനിന്റെ പ്രത്യേകത, നമ്മൾ ഈ പറ്റിക്കുന്ന കാര്യം ബ്രെയിനിന് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്തക്ക് അനുകൂലമായിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ സാധ്യതയാണ് നമ്മളിവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നല്ല ഒരു പ്രോസസ്സാണ്, രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് സമയം പോകുന്നുള്ളത് കൊണ്ട് നമുക്ക് ഗ്രൂപ്പായിട്ട് ചെയ്തു പോവുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് അല്ല, നമ്മുടെ ശരിക്കും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ഓരോരുത്തരും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിലുള്ള മിക്ക ആളുകളും പിന്നെ സൈക്കോളജിസ്റ്റുകൾ എന്ന നിലയിൽ
ഇത് തെറാപ്യൂട്ടിക് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അത് ഒരു കാര്യം പിന്നെ അതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പിന്നെ കോഴിക്കോട്ടുകാർക്ക് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ മാസവും കോഴിക്കോട് ഇപ്പൊ സൗജന്യമായിട്ട് സൈക്കോളജിസ്റ്റുകൾ കൂടിയിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് നമുക്ക്. പോസിറ്റീവ് മൈൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഉണ്ടാവാറുള്ള, നമ്മൾ ബാലേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു ട്രെയിനിങ് ക്ലിനിക്കിൽ വെച്ചിട്ട് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. കഴിഞ്ഞ 2 സെഷനിൽ പങ്കെടുത്തിരുന്നു. ഒന്നാമത്തെ സെഷനിൽ അതിൽ പാർട്ടിസിപ്പന്റ് ആയി. ഇപ്പൊ 2ാമത്തെ സെഷൻ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ ഒരു CBTയുടെ സെഷനാണ് ചെയ്തത്. അപ്പൊ അതിലെ ഫസ്റ്റ് സെഷൻ ഫുള്ളായി പോയതുകൊണ്ടാണ് ആദ്യം ഇത് പറയാതിരുന്നത്. അതിന്റെ ഒരു സെഷൻ കൂടി സെയിം സെഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡേറ്റ് ഞാൻ അറിയിക്കാം. ഇപ്പൊ കോഴിക്കോട്ടുകാരുണ്ടെങ്കിൽ എല്ലാ മാസവും 3rd സൺഡേ പിന്നെ 10 to 1 ആണ് ആ കൂടിച്ചേരലുള്ളത്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് പിന്നെ ഗ്രൂപ്പിലിടണ്ട്. നിങ്ങൾ ബാലകൃഷ്ണൻ സാറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ പങ്കെടുക്കാം. ഒരുവിധം കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം നല്ല സൈക്കോളജിസ്റ്റുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു 10, 30, 35 പേരുണ്ടാവാറുണ്ട്. CBTക്ക് പിന്നെ ആളുകൾ കൂടിയത് കൊണ്ട് 2ാമതൊരു സെഷൻ കൂടി നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. CBTയുടെ ടെക്നിക്കുകൾ സെഷൻ ചെയ്തിരുന്നത് ഞാനാണ് കഴിഞ്ഞ ഞായറാഴ്ച. അപ്പൊ അത് ഗ്രൂപ്പിൽ അറിയിക്കുമ്പോഴേക്ക് ആ ഗ്രൂപ്പ് ഫുള്ളായിപ്പോയി. ഇപ്പൊ 2ാമത്തെ സെഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ജനുവരിയിൽ അടുത്ത സെഷൻ വരുന്നത് മെമ്മറി ടെക്നിക്കാണ്. എടുക്കുന്ന ആളെ പേര് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ജനുവരി മെമ്മറി 10-നാണത്. അത് 2ാമത്തെ സെഷൻ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. അതിൽ ഓൾറെഡി 35 പേരായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രൂപ്പിലെ ലിസ്റ്റ് വന്നപ്പോൾ ആ അത്രയും പേരുള്ളതായിട്ടാണ് കണ്ടത് ഞാൻ. ആ എന്നാലും അതിൽ കുറച്ച് ആളുകൾ 35 പേരുണ്ടെങ്കിൽ പോലും കുറച്ച് ആളുകളൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് താല്പര്യമുള്ളവർ, ലിസ്റ്റ് കിട്ടിയ ആളുകൾ അതിൽ ജോയിൻ ചെയ്യുക. അല്ലാത്തവർക്ക് ഞാനത് ഗ്രൂപ്പിലിടാം. ചിലപ്പോൾ ഡേറ്റ് ഒന്ന് മാറാൻ സാധ്യത ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൺഫേം ചെയ്യാത്തത്. അപ്പോ അത് പിന്നെ ഒരു സെഷൻ നമ്മളത് കഴിഞ്ഞു. അതിൽ പിന്നെ ഫസ്റ്റിൽ ആള് പെട്ടെന്ന് ഫുള്ളായി പോയത് കൊണ്ട് അവിടെ അത്രയും സൗകര്യമുള്ളൂ. അതാ കൂടുതൽ ആൾക്ക് നമുക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്തായാലും അടുത്ത ജനുവരി 3ാമത്തെ ആഴ്ച വരുന്നത് മെമ്മറി ടെക്നിക്സിന്റെ ഒരു സെഷനാണ്. അപ്പൊ അതിന്റെ പിന്നെ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽ ഇത് വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കോഴിക്കോട്ടുകാർക്ക് അത് സൗകര്യപ്പെടുള്ളൂ. കാരണം ദിവസത്തിന് വേണ്ടി വളരെ ദൂരത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. നഷ്ടം ഇൻ ദ സെൻസ് നമുക്കൊരു ദിവസം പോകും അതിന് വേണ്ടിയിട്ട്. അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ആളുകൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. നല്ലൊരു കൂട്ടായ്മയായിട്ട് അത് തോന്നി. ഇപ്പൊ 2 സെഷനിൽ പങ്കെടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ ഓരോ മാസത്തിൽ ഓരോ സെഷനും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ കൂടിച്ചേരാനും പങ്കുവെക്കാനും നമുക്ക് സമാന മനസ്കരായിട്ടുള്ള ആളുകളെ കാണാനും അതേപോലെ ഇതാക്കാനും ഒക്കെ ഒരു അവസരം അതിലുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. ഓക്കെ. പിന്നെ മറന്നുപോയാലോ വിചാരിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. സോ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ബോഡിക്ക് എവിടെയും കാര്യമായ വെയിറ്റ് ഒന്നും കൊടുക്കാതെ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. സാവകാശം കണ്ണുകൾ അടക്കുക. ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ അവെയർ ആവുക ചുറ്റുവട്ടത്തെക്കുറിച്ച്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആക്കിക്കൊണ്ട് ചുറ്റുവട്ടത്തുള്ള ശബ്ദം, ചുറ്റുവട്ടത്തുള്ള ഫീല് ഒക്കെ ഒന്ന് അവെയർ ആവുക. ഡിസംബർ ആയതുകൊണ്ട് തണുപ്പ്, ഒരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ തണുപ്പ് കുറവുണ്ടെങ്കിൽ പോലും ആ തണുപ്പൊന്ന് ഫീൽ ചെയ്യുക. മെല്ലെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ബ്രീത്തിങ് അവെയർ ആയിക്കൊണ്ട് ബ്രീത്ത് ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് വായു നമ്മുടെ അകത്തേക്ക് പോകുന്നതും അത് നമ്മുടെ കോശങ്ങളിൽ നിറയുന്നതൊക്കെ ഒന്ന് അനുഭവിക്കുക, ഇമേജിൻ ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട്
നമ്മളത് എല്ലാ കോശത്തിലും എത്താൻ അനുവദിക്കുക. എക്സൈൽ ചെയ്യുക മെല്ലെ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ എല്ലാ പോസിറ്റീവ് എനർജിയും, നമ്മൾ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം പോസിറ്റീവാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ആ പോസിറ്റീവ് എനർജിയെ നമ്മുടെ ശരീരം മുഴുവൻ നിറയാൻ അനുവദിക്കുക. ആൻഡ് ജെന്റലി എക്സൈൽ. എക്സൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വറി, ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവാൻ അനുവദിക്കുക. Again, take a deep breath and inhale all the positive energy from universe. Hold and let spread this positive energy throughout your body, and exhale your worries, fears, frustrations, anger, sadness, if there is any. Again, take a deep breath, hold it for some time, and exhale slowly. മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ബ്രീത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സും ശരീരവും റിലാക്സ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്താൽ ശരീരവും മനസ്സും മെല്ലെ ശാന്തമായിക്കൊള്ളും. ശരീരവും മനസ്സും മെല്ലെ മെല്ലെ സുഖകരമായ, സ്വസ്ഥമായ, ശാന്തമായ വിശ്രമാവസ്ഥയിലേക്ക് മൂവ് ചെയ്യും. So concentrate on your breath and allow your body and mind to relax comfortably. Again, take a deep breath, hold it for some time, and exhale slowly. ഞാൻ 3 മുതൽ 1 വരെ എണ്ണുമ്പോൾ മനസ്സും ശരീരവും റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക്, റിലാക്സേഷൻ്റെ അനുഭൂതിയിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാവും. 3, you are in deep relaxation. Deeper relaxation. 2, going deeper and deeper and deeper. മനസ്സും ശരീരവും അതീവ ശാന്തമായ, അതീവ സുഖകരമായ വിശ്രമാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് 1, now you are in deep relaxation. Experience the relaxation and enjoy the relaxation. കാരണം നമ്മൾ റിലാക്സ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്രവർത്തനങ്ങളെല്ലാം സാധാരണ പോലെ നടക്കുകയും നമ്മുടെ ബ്രെയിൻ പ്രവർത്തനങ്ങളെല്ലാം നോർമലായിട്ട് നടക്കുകയും സെയിം ടൈം നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ അറ്റൻഷൻ എല്ലാം നന്നായി വർദ്ധിക്കുകയും ചെയ്യും. അതാണ് റിലാക്സേഷൻ്റെ ഒരു ബ്യൂട്ടി. കാരണം ബോഡി ഫങ്ഷൻസ് നോർമലാണെങ്കിൽ പോലും അതല്പം ഒന്ന് കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ബ്രെയിൻ ഫങ്ഷനിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. സോ യുവർ കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസിങ്, യുവർ അറ്റൻഷൻ ഈസ് ഇൻക്രീസിങ്, സെയിം ടൈം യുവർ ബോഡി ആൻഡ് മൈൻഡ് ആർ റിലാക്സിങ്. വളരെ സുഖകരമായ റിലാക്സേഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ സുഖകരമായ ഒരു സ്ക്രീന് കാണുക, ഒരു TV സ്ക്രീന്. ഇപ്പം LED സ്ക്രീനുകളുടെ കാലമാണ്. അതുകൊണ്ട് നമുക്ക് സുഖകരമായി ഫ്ലാറ്റ് ആയിട്ടുള്ള TV സ്ക്രീനുകൾ കാണാൻ പറ്റും. വളരെ കംഫർട്ടബിളായ അകലത്ത്. അതിൻ്റെ അകലമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരല്പം അടുപ്പിക്കണമെങ്കിൽ അടുപ്പിക്കാം, അല്ലെങ്കിൽ ഇത്തിരി അകലേക്ക് മാറ്റണമെങ്കിൽ അകലേക്ക് മാറ്റാം. ഇതിൻ്റെ എല്ലാ ഓപ്പറേഷനും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അകലത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു TV സ്ക്രീന് നിങ്ങൾ കാണുക. ഇനി നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നത് ആ സ്ക്രീനിലാണ്.
നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാസ്റ്റ് പെയിൻഫുൾ എക്സ്പീരിയൻസുകളാണ്. നമ്മൾ ഒരിക്കലും അത് ഫീൽ ചെയ്യുന്നില്ല. ഒരു തേർഡ് പേഴ്സൺ വ്യൂ പോയിന്റിൽ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. നമ്മളെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ടേക്കും, പക്ഷെ നമ്മൾ ജസ്റ്റ് വാച്ചിങ് വിഷ്വൽ മോഡിൽ നിർത്തിക്കൊണ്ട്, കാഴ്ചയുടെ തലത്തിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കാണുകയാണ് ചെയ്യും. അഡ്ജസ്റ്റ് ദ സ്ക്രീൻ അക്കോർഡിംഗ് ടു യുവർ കംഫർട്ട് ലെവൽ. നൗ ആ സ്ക്രീനിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ലൊരു ഒബ്സർവറാണ്, നല്ല ഒരു വാച്ചറായിട്ട് കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. ടി വി സ്ക്രീനിൽ മെല്ലെ പ്രകാശം തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വളരെ സുഖകരമായി നോർമൽ ബ്രീത്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രീത്തിങ് നോർമലി ആൻഡ് യു ആർ റിലാക്സ്ഡ് ആൻഡ് സിറ്റിംഗ് കംഫർട്ടബിളി. സ്ക്രീനിലേക്ക് അങ്ങനെ നോക്കുക. അവിടെ മെല്ലെ ചിത്രങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ 2025 നിങ്ങൾ കാണുന്നത്. കാഴ്ചകൾ പിറകോട്ടാണ്. ഇന്ന് നമുക്കറിയാം 22 ഡിസംബർ 2025 ആണ്. ഇന്ന് മുതൽ നമ്മൾ പിറകോട്ട് നമ്മുടെ ലൈഫ് മെല്ലെ കാണാൻ തുടങ്ങുകയാണ്. ഈ 2025 ഇന്ന് മുതൽ നമുക്ക് 2025 ജനുവരി 1 വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും, എല്ലാ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളും അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നമ്മൾ ഒന്ന് കാണാൻ പോവുക. കാണുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഒബ്സർവറായിക്കൊണ്ട് കാണാൻ പോവുകയാണ്. ആ ചിത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിറകോട്ട് തന്നെ സഞ്ചരിപ്പിക്കാവുന്നതാണ്. ടി വി സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ചിത്രങ്ങളൊക്കെയും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്കത് ഏജ് റിഗ്രഷനിലേക്ക്, നമ്മുടെ ചെറിയ ഏജിലേക്കാണ് പോകുന്നതെന്ന് കാണിക്കണമെങ്കിൽ പിറകോട്ട് സഞ്ചരിപ്പിക്കാവുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ട് 2025 നിങ്ങളെ വേദനിപ്പിച്ച, വിഷമിപ്പിച്ച, ബുദ്ധിമുട്ടിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാണുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. അതിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ലേണിങ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ കാണുകയാണല്ലോ ചെയ്യുന്നത്, നമ്മൾ അനുഭവിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. സോ 2025 പിറകോട്ട് സഞ്ചരിച്ചു നോക്കുക. എന്തൊക്കെ ഫോൾട്ടുകളാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്, എന്തൊക്കെ തെറ്റുകളാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളത്, സങ്കടപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഫാസ്റ്റായിട്ട്, ഞാൻ ഫാസ്റ്റാക്കാൻ പറയുന്നത് ഫീലിങ്ങിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതിന് വേണ്ടി. റീസെൻ്റ് ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് പോവാനും കാണാനും പറ്റും. സെയിം ടൈം നമുക്ക് പഠിക്കേണ്ടതൊക്കെ അതിൽ നിന്ന് പഠിക്കുകയും വേണം. നമ്മൾ പറയാറുണ്ടല്ലോ, വീഴുന്നത് തെറ്റല്ല, അതേ സ്ഥലത്ത് വീണ്ടും തട്ടി വീഴുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ പഠിക്കുക കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. മെല്ലെ നമ്മൾ 2024 സ്റ്റെപ്പ് വെക്കണം. 2024 എന്തൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരാത്തത് ചികഞ്ഞെടുക്കുകയേ വേണ്ട. ഇപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന വേദനകൾ, കുറ്റപ്പെടുത്തലുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ,
നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ, നമ്മൾ കാരണമുണ്ടായ പ്രശ്നങ്ങൾ, നമുക്ക് തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് നമ്മൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് 2024 കാര്യങ്ങൾ കാണുക. ഓർമ്മയുള്ളതും പച്ച പിടിച്ച് കിടക്കുന്നതും മാത്രം. ഓരോ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പം നമുക്കതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന പാഠങ്ങളാണ്. വീണ്ടും ലൈഫിൽ അതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഠങ്ങളൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കും. എവിടെങ്കിലും തട്ടി വീണാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ, എന്തുമ്മലാണ് തട്ടി വീണത്. കാരണം അവിടെ തന്നെ വീണ്ടും വീഴരുത് എന്നുള്ളത് കൊണ്ട് പഠിക്കാവുന്നതൊക്കെയും നമ്മൾ പഠിച്ചു പോകും. നോർമൽ ബ്രീത്തിങ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ആർ വെരി കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്ഡ്. നിങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ രസകരമായി. ഒരു കുട്ടി കാഴ്ചകൾ കാണുന്നത് പോലെ TV സ്ക്രീനിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വേദനിപ്പിച്ച സംഭവങ്ങളും കാര്യങ്ങളുമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. നമ്മുടെ പർപ്പസ് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ജെന്റ്ലി മൂവ് ടു 2023, 2023 മെല്ലെ സഞ്ചരിക്കുക. 2023 ഓർമ്മയിലുള്ള, ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ just went through it and learn maximum learnings. എത്രത്തോളം ലേണിങ്സ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ലേണിങ്സ് നമ്മളെടുക്കും. നമുക്ക് വളരെ കൃത്യമായൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് ഈ കാഴ്ചകൾ കാണുന്നതിൽ. അത് പാഠങ്ങൾ പഠിക്കലാണ്, ലെസൺസ് പഠിക്കലാണ്. പല സംഗതികളും ഓട്ടോ റീസെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ തൊടുന്നില്ല. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മാത്രം. Gently step back to 2022, 2022 നല്ല വേഗതയിൽ സഞ്ചരിച്ചാൽ മതി. കാരണം നമുക്ക് ഫീലിംഗ് വേണ്ട, ഇമോഷൻസ് വേണ്ട, ലേണിങ്സ് മാത്രം മതി. വാട്ട് ആർ ദ തിങ്സ് യു റിമെമ്പർ സ്റ്റിൽ? The negative incidents, painful incidents related with ourselves and others. And gently move to 2021. You are in deep relaxation, very comfortable, and your brain is so powerful to learn many things. When you are in relaxation, your attention is more, your concentration is more, so you can learn many things quickly. വേഗം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ റിലാക്സേഷനിലാവുമ്പോൾ അറ്റൻഷൻ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ജെന്റ്ലി മൂവ് ടു 2020. കോവിഡിൻ്റെ കാലമാണ്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ആ സമയത്ത് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഗിൽട്ട് ഫീലിങ്ങുകൾ ബാക്കിയുണ്ടെങ്കിൽ, ജസ്റ്റ്
Watch it. And you are in deep relaxation. You are enjoying the beautiful relaxation, observing and learning, observing and learning, observing and learning. നമ്മുടെ യാത്ര ഒന്നുകൂടി വേഗത്തിലാക്കുകയാണ് പല പ്രായത്തിലുള്ള ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട്. 2020 പിറകിലേക്ക് പോകുമ്പോൾ 5 years ബാക്കിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കും. ജസ്റ്റ് 5 years ബാക്കിലേക്ക്. 2020 നിങ്ങളുടെ പ്രായം എത്രയാണോ അതിൽ നിന്ന് 5 വർഷം പിറകിലേക്ക്. ഇനി ഞാൻ വയസ്സ് പറയുന്നില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ ഏജിലായതുകൊണ്ട് 5 വയസ്സ് പിറകിലേക്ക് നിങ്ങളുടെ ഓർമ്മ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമോ 5 വയസ്സ് വരെ, ചിലർക്ക് 3 വയസ്സ് വരെ പിറകിലേക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഭയങ്കര ഫാസ്റ്റിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. Because you are in deep relaxation. Your mind is moving very, very fast. So go back, go back, go back, go back, and see the negative incidents, the painful things, the people who made you painful, the incidents that made you പെയിൻഫുൾ, എല്ലാം പിറകോട്ട്. കൊല്ലത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, പിറകോട്ട് വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റായിട്ട്. ഓർമ്മയിലുണ്ടെങ്കിൽ മാത്രം, ഇല്ലാത്തതൊന്നും ചകഞ്ഞെടുക്കണ്ട. നമ്മളിങ്ങനെ പിറകോട്ട് 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 പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, ഒബ്സർവ് ഇറ്റ്. Along with the observation, learn the lessons. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തായിരുന്നു അത് സംഭവിക്കുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവുകൾ? ഇഫ് ദർ എനി ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഒന്ന് കണ്ടെത്തുക, പഠിക്കുക. ഇവിടെ പഠിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്തു? നമുക്ക് എങ്ങനെ വ്യത്യസ്തമായി റെസ്പോണ്ട് ചെയ്യാമായിരുന്നു? ലേൺ ഓൾ ദീസ് ലെസൺസ് ആൻഡ് യു ആർ ഗോയിങ് ബാക്ക്, ബാക്ക് ആൻഡ് ബാക്ക്. യു ആർ വെരി, വെരി റിലാക്സ്ഡ്, beautifully relaxed, comfortably relaxed. Your concentration is so powerful. Your learning capacity is very, very powerful. Your attention is very powerful. And you are observing and learning, observing and learning, going back, going back, going back, going back, till your memory is there. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന പ്രായം വരെ സംഭവിച്ച എന്താണെങ്കിലും സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഇൻ വിഷ്വൽ മോഡ്. യു ആർ നോട്ട് എക്സ്പീരിയൻസിങ് എനിത്തിങ്. ഒന്നും നിങ്ങൾ അനുഭവിക്കുന്നില്ല. നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മൂവിയിലെ ഫ്ലാഷ് ബാക്ക് കാണുന്നത് പോലെ. അതിലെ നായകൻ, നായിക നമ്മളാണെന്ന് മാത്രം. ആൻഡ് യു ആർ ഗോയിങ് ബാക്ക്. യു ആർ ഒബ്സർവിങ് ദാറ്റ് യു ആർ ഗോയിങ് ബാക്ക്. യു ക്യാൻ സീ ഓൾ ദീസ് തിങ്സ് ഇൻ ദ സ്ക്രീൻ. ആൻഡ് യു ആർ നോർമലി ബ്രീത്തിങ്, normal breathing. And your brain is so powerful to learn the things. ഇപ്പോൾ എവിടെയാണോ നമ്മൾ ഓർമ്മ എത്തി നിൽക്കുന്നത്, നമ്മൾ അവിടുന്ന് മുന്നോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മൾ വളരാൻ പോവുകയാണ്. ഈ വളരുമ്പോൾ നമ്മൾ എല്ലാ ട്രോമകളും ഹീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ വളരുന്നത്.
ആസ് സൈക്കോളജി സ്റ്റുഡൻസ് നിങ്ങൾ മുന്നോട്ട് വളരുന്ന സമയത്ത് ഹീലിംഗ് യുവർ ട്രോമ, ഹീലിംഗ് യുവർ വൂൺസ്, ഹീലിംഗ് യുവർ ഡിസ്കംഫർട്ട് മെമ്മറീസ്, എല്ലാത്തിനെയും നമ്മൾ, കാരണം ലേണിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സോ നമ്മൾ മെല്ലെ ട്രോമകളെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വളരാൻ തുടങ്ങുകയാണ്. യു ആർ ഗ്രോയിങ് അപ്പ്. സ്ക്രീനിൽ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് മുന്നോട്ടാണ്, കാരണം നമ്മൾ മുന്നോട്ട് വളരുക. അതിവേഗത്തിലാണ് ആ വളർച്ച, നല്ല വേഗതയിലാണ് വളർച്ച. കാരണം ബ്രെയിന്, സബ് കോൺഷ്യസ് മൈൻഡ് ലേണിംഗ് എടുക്കുന്നത് ഫാസ്റ്റായിട്ടാണ്. സോ യു ആർ ഗ്രോയിങ് അപ്പ്. നിങ്ങൾ എവിടെയാണ് അവസാനം ഓർമ്മയിലെത്തി നിന്നത്, അവിടുന്ന് മുന്നോട്ട് 1 ഇയർ, 2 ഇയേഴ്സ്, 3 ഇയേഴ്സ്, 5 ഇയേഴ്സ്, അങ്ങനെ വേഗം 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 വളരും. ആൻഡ് യു ആർ ഇൻ ഡീപ്പ് റിലാക്സേഷൻ. But your memory power is so high, your attention is so high, your concentration is so high, your healing power is so high, your imagination capacity is wonderful. With all these faculties, mental faculties, you are growing up, growing up, growing up. 2020 നിങ്ങളുടെ വയസ്സ് എത്രയാണോ ആ പ്രായത്തിലേക്ക് ആവശ്യമായ ലേണിങ്സ് എടുത്തുകൊണ്ട് വളരുക. 2020 നിങ്ങളുടെ ഏജ് എത്രയാണോ ആ പ്രായത്തിലേക്ക് ആവശ്യമായ ലേണിങ്സ് എടുത്തുകൊണ്ട് വളരുക, ഹീൽ ചെയ്തുകൊണ്ട് വളരുക. ആ വളർച്ച സ്ക്രീനിൽ അതിമനോഹരമായിട്ട് കാണുക. നിങ്ങളുടെ കഥാപാത്രത്തിൻ്റെ രൂപം മാറണം, ഫേസിലെ എക്സ്പ്രഷൻ മാറണം, കാരണം അവിടെ ഹീല് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പരമാവധി ഹീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നോർമൽ ബ്രീത്തിങ്, ആൻഡ് you are in deep relaxation. Come to 2021, 22. We are moving fast, healing your wounds, removing your pains. 2023, normal breathing and relaxed, comfortable. 24 and 25. Now you reached to the present age. ഈ പ്രസന്റ് ഏജിലേക്ക് നമ്മൾ വന്നത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ്, നമ്മുടെ ഒരുപാട് വേദനകളെ ഹീൽ ചെയ്തുകൊണ്ടാണ്. ഈ ലേണിങ്സ് ഒക്കെയും നമ്മളെ സഹായിക്കേണ്ടത് മുന്നോട്ട് പോകാനാണ്. സോ വി ആർ ഗോയിങ് ടു വിഷ്വലൈസ് യുവർ ലൈഫ് in 2026. Just imagine how will be your life, because you are now healed, you learned many things, you are very comfortable, you understood the power of your brain to learn and heal things. അല്ലെ, നമ്മുടെ സുഖപ്പെടുത്താനും ഹീൽ ചെയ്യാനുള്ള ബ്രെയിനിൻ്റെ, നമ്മുടെ മൈൻഡിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പവറിലിരുന്നു കൊണ്ട് വളരെ മനോഹരമായ ഒരു 2026 നിങ്ങൾ കാണുക. ആരൊക്കെയായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള കഥാപാത്രങ്ങൾ? എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ്? എങ്ങനെയായിരിക്കും നിങ്ങൾ 2026 ഡിസൈൻ ചെയ്യാൻ പോകുന്നത്? ലോകത്തെല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒന്ന് മനസ്സിലാണ്, പിന്നെയാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ലോകത്തിന്നേ വരെ ഉണ്ടായ എല്ലാ മഹാത്ഭുതങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ
നമുക്ക് മനസ്സിൽ സൃഷ്ടിക്കാനാവും. സോ ഡിസൈൻ യുവർ 2026 വെരി കംഫർട്ടബിൾ and you are in deep relaxation. Gently move to 2027. എങ്ങനെയായിരിക്കും നിങ്ങളുടെ 2027? ആസ് എ ഹീലർ നിങ്ങൾ എങ്ങനെയായിരിക്കും? ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ് ഓർ എ സൈക്കോളജിസ്റ്റ് നിങ്ങൾ എങ്ങനെയായിരിക്കും? ആസ് എ ഫാമിലി മെമ്പർ നിങ്ങൾ എങ്ങനെയായിരിക്കും? ആസ് എ ഗുഡ് സോൾ, ഗുഡ് ഹ്യൂമൻ ബീയിങ് നിങ്ങൾ എങ്ങനെയായിരിക്കും? ആസ് എ പവർഫുൾ ലേണർ നിങ്ങൾ എങ്ങനെയായിരിക്കും? ജസ്റ്റ് സീ എവറിത്തിങ് ഇൻ ദ സ്ക്രീൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിലുള്ള സ്ക്രീനിൽ കാണുക. ഒബ്സർവ്. നിങ്ങളുടെ ബ്രെയിനിലുള്ള കാഴ്ചകൾ സ്ക്രീനിൽ കാണണം. ആൻഡ് ഗോ ടു 2028. 2028. ജെന്റ്ലി മൂവ് ടു 2029. ഒരുപാട് പ്രവചനങ്ങളുള്ള വർഷമാണ് 2029. നിലവിലുള്ള ഒത്തിരി കാര്യങ്ങൾ മാറ്റപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള സംഗതികൾ എഐയുടെ പ്രധാനപ്പെട്ട സ്വാധീനം പ്രവചിക്കപ്പെട്ട വർഷമാണ് 2029. എന്തായിരിക്കും നമ്മൾ? ആൻഡ് യെസ്, the end of this decade, that means 2030, 2030. നിങ്ങൾ എവിടെയായിരിക്കും? എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ള സ്ക്രീനിൽ. നമ്മുടെ ബ്രെയിനിൻ്റെ സ്പീഡ് മറ്റെന്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതാണ്. 2031 നിങ്ങളെ കാണാൻ എങ്ങനെയിരിക്കും? നിങ്ങളെ ഹെൽത്ത് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫീൽഡിൽ നിങ്ങൾ ആരായിരിക്കും? എന്തായിരിക്കും? വാച്ച് എവറിത്തിങ് ഇൻ ദ സ്ക്രീൻ. And 32. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് 7 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആരായിട്ട്, എന്തായിട്ട്, എങ്ങനെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട്, ഹ്യൂമാനിറ്റേറിയനായിട്ട്, നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്നവരായിട്ട് 2033, 2033. And 34. And of course 35. 10 years after now. See the person as you are in 2035. See the psychologist as you are in 2035. As a social being, human being, humanitarian. നിങ്ങൾ 2035 എന്തായിരിക്കും? സാവകാശം വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ്. ഈ പ്രസന്റിലേക്ക് തിരിച്ചു വരുന്നത് എല്ലാ പ്ലസന്റ് എക്സ്പീരിയൻസുകളും ഒരിക്കൽ കൂടി കണ്ടുകൊണ്ടാണ്. TV സ്ക്രീനിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സന്തോഷം,
നിങ്ങളുടെ ആ വളരെ മനോഹരമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, എവറിത്തിങ് നമ്മളൊരു മിന്നായം പോലെ സ്ക്രീനിൽ വളരെ വേഗത്തിൽ കാണുകയാണ്. പിറകോട്ടാണ് വീണ്ടും നമ്മൾ കാണുന്നത്. കാരണം 35 നമ്മൾ 25 വരികയാണ്. സ്റ്റാർട്ട് കമ്മിങ് ബാക്ക്, കമ്മിങ് ടു ദ പ്രസന്റ്, ഇയർ ബൈ ഇയർ, കമ്മിങ് ബാക്ക്. ബട്ട് every visuals are pleasant. The feelings in the screen is pleasant, colorful, beautiful, wonderful, marvelous. And you are enjoying the visuals. Gently come to the present. പ്രസന്റിലേക്ക് വരിക. എല്ലാ പ്ലസന്റ് എക്സ്പീരിയൻസുകളും 10 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത് തീർത്ത എല്ലാ പ്ലസന്റ് എക്സ്പീരിയൻസുകളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രസന്റിലേക്ക് വരിക. When you reach in the present, that means 2025 today, with a proud, with a comfort, gently off the screen. ടിവിയുടെ സ്ക്രീൻ ഓഫാക്കുക. തികഞ്ഞ സന്തോഷത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് തീർത്താലുണ്ടാവുന്ന നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉൾക്കൊണ്ടുകൊണ്ട് ജെന്റ്ലി ആൻഡ് സ്ലോലി ടേക്ക് യുവർ ഓൺ ടൈം. വെൻ യു ആർ റെഡി ആൻഡ് ഓക്കെ, gently open your eyes. You can take your own time. കൈകളൊന്ന് കൂട്ടിത്തിരും, സാവകാശം കണ്ണും മുഖവും ഒക്കെ ഒന്ന് തുറക്കുക. ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റുക്കാം. നമ്മൾ ഏകദേശം ഒരു 35-30 മിനിറ്റിലധികം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പിറകോട്ടും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. സാധാരണ വിഷ്വലൈസേഷൻ്റെ സാധ്യതകളും അതേപോലെ തന്നെ ഇമാജിനേഷൻ്റെ സാധ്യതകൾ, ഏജ് റിഗ്രഷൻ്റെ സാധ്യതകളും നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഏജ് റിഗ്രഷനും ഏജ് പ്രോഗ്രഷനും. ഈ ഏജ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ സെറ്റ് ചെയ്യുന്നതിൽ വളരെ ഇഫക്റ്റീവാണ്. ഇങ്ങനെ പ്രോഗ്രസീവായി കണ്ട പല കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സുഖങ്ങളും സന്തോഷങ്ങളും. നമുക്കറിയാം, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സംഗതികളും ആദ്യം ഉണ്ടായത് ആരുടെയെങ്കിലും മനസ്സിലാണ്. പിന്നെയാണ് അത് ബ്ലൂ പ്രിൻ്റായിട്ട് മാറുന്നത്. ആ ബ്ലൂ പ്രിൻ്റാണ് പിന്നെ സ്ട്രക്ചറായിട്ട് മാറുന്നത്. എല്ലാ കണ്ടുപിടുത്തങ്ങളും അങ്ങനെയാണ്, എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെയാണ്, എല്ലാ മഹാത്ഭുതങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഇമാജിനേഷൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള സാപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തത് ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണെന്ന്, കഥ പറയാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം കഥ കാണാനും കഥ പറയാനും കഥ കേൾക്കാനും കഥയുണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മളുടെ ബ്രെയിനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സാപ്പിയൻസ് ഇതുവരെയുള്ള മനുഷ്യ ചരിത്രം എടുത്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ചിന്തിക്കുന്ന പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനും പാഷനേറ്റ് ആയിട്ട് ചിന്തിച്ച പലതും സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക കൂടി ചെയ്താൽ. ഓക്കെ, എന്തെങ്കിലും കമൻറ്റുകൾ, ചോദ്യങ്ങൾ? ഇത്തിരി ഫാസ്റ്റായിട്ടാണ് പോയത് ഇന്നത്തെ മോഡ്യൂളിലൂടെ പറയാനുള്ളത് കൊണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ഫാസ്റ്റിൽ എനിക്ക് പോകാൻ പറ്റും.
നമ്മളിവിടെ ഡീപ്പ് റിലാക്സേഷനിലേക്ക് കൊണ്ടുപോയില്ലേ, അപ്പൊ അത് തിരിച്ച് അതിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മളൊരു ഫ്യൂച്ചറിലേക്കൊക്കെ വന്ന് പ്ലസന്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നില്ല. പ്ലസന്റ് അവസ്ഥയിൽ നിന്നാണല്ലോ നമ്മൾ തിരിച്ചു വരുന്നത്. ഓട്ടോമാറ്റിക്കലി പ്ലസന്റ് അവസ്ഥയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും. കാരണം പ്ലസന്റ് ഹോർമോണുകളും പ്ലസന്റ് കെമിക്കൽസും ആയിരിക്കും ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ ആ പ്ലസന്റ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് കണ്ണു തുറന്നാൽ മതി. നമ്മൾ അതിൽ പിന്നെയും എന്തിനാണ് നമ്മൾ തിരിച്ചു പോയിട്ട് പിന്നെ വന്ന് അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? നമ്മൾ തിരിച്ച് പോയത്, പിന്നെ പിറകോട്ട് പോയത് ലേണിങ്സിന് വേണ്ടിയാ. ആദ്യം. ആദ്യം പോയത് മുന്നോട്ട് വന്നത് ഹീലിങ്ങിന് വേണ്ടിയാ. ഫ്യൂച്ചറിലേക്ക് പോയത് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ചെയ്തതുപോലെ രൂപപ്പെടും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ന്യൂറോ പാത്ത് നമ്മളിൽ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കത് ചെയ്യാൻ സുഖമായിരിക്കും. ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന്, നമ്മുടെ മനസ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. അതാണ് വിഷ്വലൈസേഷന്റെ അതേ സംഗതി തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. കാരണം ബ്രെയിൻ ഏകദേശം അതിന്, നമ്മുടെ തിയേറ്റർ മെത്തേഡ് അല്ലേ? അതെ, തിയേറ്റർ മെത്തേഡ്, NLPയിലെ തിയേറ്റർ മെത്തേഡിൽ നമ്മൾ ഈ പിന്നെ പ്രോഗ്രഷൻ, സാധാരണ ഏജ് ഉം. പ്രോഗ്രഷൻ നമ്മൾ അധികം ചെയ്യാറില്ല. കാരണം അത് ഗോൾ സെറ്റിങ്ങിലാണ്. ശരിക്കും നമ്മളൊരു ഗോൾ സെറ്റിംഗ് കൂടിയാണ് ഏജ് പ്രോഗ്രഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം, ഇന്നത്തെ മോഡ്യൂളിലേക്ക് പോകാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഫൈൻ. സോ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് അഞ്ചാമത്തെ ദിവസം, അഞ്ചാമത്തെ മോഡ്യൂളില് മൂഡ് മാപ്പിംഗ് അല്ലെങ്കിൽ മൂഡ് ഡിസൈനിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു CBT മോഡൽ മൂഡ് ഡിസൈനിങ് ആണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ ആസ് യൂഷ്വൽ അടുത്ത ക്ലാസ്സിന്റെ തുടക്കത്തിലായിരിക്കും ചെയ്യുന്നത്. മൂഡ് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ്, അതിന്റെ തിയറി പാർട്ടാണ് നമ്മൾ പറയാൻ പോണത്. മൂഡ് മാപ്പിംഗ് അല്ലെങ്കിൽ മൂഡ് ഡിസൈനിങ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ ഏറെ പിന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഈ മൂഡ് മാപ്പിംഗ് എന്നും പറയുന്നതും മൂഡ് ഡിസൈനിങ് എന്നും രണ്ടർത്ഥത്തിലും നിങ്ങൾ കാണുന്നുള്ളത് കൊണ്ടാണ് രണ്ട് പേരും ഞാൻ അവിടെ കൊടുത്തത്. മൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലോങ് ലാസ്റ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. സൈക്കോളജിയിൽ രണ്ട് വാക്കുണ്ട്, ഒന്ന് അഫക്റ്റ് ആണ്, രണ്ട് മൂഡാണ്. അഫക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വന്നു പോകുന്ന ഇമോഷനെയാണ് നമ്മൾ അഫക്റ്റ് എന്ന് പറയുക. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പഴയകാല സുഹൃത്തിനെ കണ്ടാൽ കുറച്ച് നേരത്തേക്ക് ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. സുഹൃത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധാ ഹാപ്പിനെസ് നമ്മൾ ഇതാവുകയും സാധാരണ തലത്തിലേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് അത് അഫക്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് കളിയാക്കി നമുക്ക് അപ്പം തോന്നുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് അഫക്റ്റാണ്, നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ. എന്നാൽ അങ്ങനെ പെട്ടെന്നൊന്നും മാറിപ്പോവാതെ കൂടെ നിൽക്കുമ്പോഴാണ് മൂഡെന്ന് നമ്മൾ വിളിക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ മൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മൂഡ് എന്ന് പറയുന്ന സമയത്ത് പോസിറ്റീവ് ഗുഡ് മൂഡ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മളൊക്കെ ഒരു നല്ല മൂഡ്, നമ്മൾ ആളുകളോട് പറയാറില്ലേ എന്ന് നല്ല മൂഡിലാണല്ലോ എന്ന് നമ്മൾ പറയുന്ന നല്ല മൂഡുണ്ട്. നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് മൂഡ് നമുക്കത് മാറിയും മറിഞ്ഞും വരാറുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കെമിക്കൽ ബീയിങ് കൂടിയാണ്. മനുഷ്യനൊരു കെമിക്കൽ ബീയിങ് കൂടിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കെമിക്കൽസ് നമ്മുടെ തോട്ടിനനുസരിച്ച്, നമ്മുടെ പിന്നെ ബിഹേവിയറിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മൂഡ് മാറിയും മറിഞ്ഞും ഇരിക്കും. അതുകൊണ്ടാണ് വളരെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് മൂഡ് സ്വിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഒക്കെ ലൈഫിൽ ഒരു സർട്ടൺ എക്സ്റ്റെന്റ് മൂഡ് സ്വിങ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കുന്നത്തെ നമ്മളെ മൂഡ് ഏതിലൂടെ ഒക്കെ പോയി എന്നുള്ളത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എവരി ഡേ നമ്മുടെ മൂഡ് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സ്വിങ് ചെയ്തിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലാണ്. ഇപ്പോൾ ഒരു ഡിപ്രഷന്റെ കേസിൽ നമുക്ക് ആ ഡിപ്രസീവ് മൂഡിൽ നിന്ന് നോർമൽ മൂഡിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ ഡിപ്രഷനായിട്ട് നമ്മൾ പറയുന്നത്. അവിടെ തന്നെ അതിന്റെ കാലയളവ് നമ്മൾ പറയുന്നത് ഒരു 2 വീക്സ് to 3 വീക്സ് അങ്ങനെ ഉണ്ടെങ്കിലാണ് അതിനെ ഡിപ്രഷനായിട്ട് കണക്കാക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമുക്കൊക്കെ ഇടയ്ക്ക് ഡിപ്രഷൻ വരാറുണ്ട്. ഇടയ്ക്ക് നമുക്കൊക്കെ
ഹാപ്പിനെസ് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സംഗതികളെ നമ്മൾ പറയാറുള്ളത് പോസിറ്റീവ് അല്ലെങ്കിൽ ഗുഡ് മൂഡ്, നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് മൂഡ് എന്നുള്ളതാണ്. അത് ഒരു പ്രശ്നമായി മാറുന്നത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. പൊതുവെ നമുക്ക് ഫൗണ്ടേഷൻ ഓഫ് മൂഡ് എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മളുടെ ഈ മൂഡ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മെന്റൽ ലൈഫിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തിങ്കിങ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമായതുകൊണ്ട് വേഗം വേഗം പറഞ്ഞു പോവുകയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത് എന്തോ അത് നിങ്ങളുടെ മൂഡ് നിശ്ചയിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ ഇമോഷൻസ് ആണ്. എന്താണ് നമ്മുടെ ഇമോഷണൽ പാറ്റേൺ എന്നുള്ളത്? നമ്മുടെ ബേസിക് ബിഹേവിയർ, ജനറലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കുന്ന നാലാമത്തെ ഒരു സംഗതിയാണ് ഫിസിക്കൽ ഹെൽത്ത്. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടായാൽ മതി, നമ്മുടെ മൂഡ് ബാഡ് ആവും. അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു സ്വെല്ലിംഗ് ഉണ്ടായാൽ മതി. അപ്പൊ ഫിസിക്കൽ ഹെൽത്തും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂഡിനെ. ഇപ്പൊ നമ്മുടെ തോട്ട്, ഇമോഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ബിഹേവിയർ, ഫിസിക്കൽ ഹെൽത്ത്, ഇതൊക്കെ നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കുന്ന ഫൗണ്ടേഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ തിങ്കിങ്ങിൽ പണിയെടുക്കണം, ഇമോഷൻസിൽ പണിയെടുക്കണം, ബിഹേവിയറിൽ പണിയെടുക്കണം. ഫിസിക്കൽ ഹെൽത്ത് കൂട്ടുന്നതിന് വേണ്ടി ഫുഡ്, അതേപോലെ തന്നെ എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതാണ്. ഏത് സൈക്കോളജി ഫീൽഡ് പരിശോധിക്കുകയാണെങ്കിലും തിങ്കിങ്ങും ഇമോഷൻസും ബിഹേവിയറും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. ചിന്തിക്കുന്നതിനനുസരിച്ചാണ് ഇമോഷൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് ഈ ചിന്ത വീണ്ടും കൂട്ടുക. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ഇമോഷനെ ബാധിക്കും, തിങ്കിങ്ങിനെ ബാധിക്കും, ബിഹേവിയറിനെ ബാധിക്കും. അതുകൊണ്ട് ഇത് നാലും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ മൂഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് നാലിലും നമ്മൾ വർക്ക് ചെയ്യും. സാധാരണ നമുക്കറിയാലോ, നമ്മുടെ ഫീലിങ്സ് ഷാലോ ഫീലിങ്സ് ഉണ്ട്, ഡീപ്പ് ഫീലിങ്സും ഉണ്ട്. ചിലതൊക്കെ നല്ല ഡീപ്പായിരിക്കും, ചിലത് അത്രയും അല്ലെ. നമുക്ക് സാധാരണഗതിയിൽ ഒരു റിലീഫ് എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ ആശ്വാസം എന്ന് പറയുന്ന ഒരു ഷാലോ ഫീലിംഗ് ആണ്. അതുപോലെ ഹോപ്പ്, ചെറിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഷാലോ ആണ്. അതുപോലെ തന്നെ ചെറിയ ദേഷ്യം, ചെറിയ സങ്കടം, ഇതൊക്കെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിബ്രേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഷാലോ ആയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഹോപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെലിബ്രേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കരുതിക്കൂട്ടി പ്രതീക്ഷകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ നല്ല ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ, നല്ലൊരു കോഴ്സ് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഒക്കെ നമുക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടാവും. റിലീഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തത് കണ്ടാൽ ചെറിയ രൂപത്തിൽ നമുക്ക് ദേഷ്യം പിടിക്കാൻ പറ്റും. ആ ദേഷ്യമാണ് പലപ്പോഴും പലതിനെയും മാറ്റാറുള്ളത്. ഇങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ വരെ നമുക്ക് അസൂയപ്പെടാൻ പറ്റും നല്ല കാര്യങ്ങൾ കാണുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ 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 നമുക്ക് ഷാലോ ആയ കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മളിൽ വരുമ്പോഴാണ് അത് ഡീപ്പായിട്ട് മാറുക. ഇതേ സംഗതി തന്നെ ഇപ്പൊ നമുക്ക് ലവ്, പാഷന്, ലവിങ്, ഡിപ്രഷന്, ഗിൽട്ട്, പലപ്പോഴും നല്ല ഗ്രാറ്റിറ്റ്യൂഡ്, അത് പോസിറ്റീവാണ്. നമ്മളെ പറ്റിയുള്ള പ്രൗഡ് പോസിറ്റീവാണ്. ഇതൊക്കെ നമുക്ക് വരാറുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളധികം കരുതി കൂട്ടിയിട്ടല്ല ഉണ്ടാവാറുള്ളത്. ഇത് സംഭവിച്ചു പോവലാണ്. അപ്പോൾ നമുക്ക് കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഫീലിങ്ങുകൾ എന്ന് പറയുന്നത് ചെറിയ അളവിലാണ്. വലിയ അളവിലുണ്ടാകുന്ന പലതും ഇൻവളണ്ടറി ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിന് നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല നമ്മൾ ഇമോഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഡിപ്രഷൻ വരണമെന്ന് ഒരു ആൾ ആഗ്രഹിച്ച് കുത്തിരുന്നുണ്ടാക്കുന്ന ഒന്നല്ല ഡിപ്രഷൻ. പലപ്പോഴും ആളുകൾ നല്ല ബന്ധങ്ങളിൽ പോയി പെടുന്നത് ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചിട്ടല്ല, അങ്ങ് സംഭവിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഒരു യാത്ര നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റത്തേക്ക് എത്തുന്ന നല്ലൊരു ശതമാനം സംഗതികളും നമുക്ക് ഇൻവോളണ്ടറിയാണ്. എന്നാൽ ഇതിൽ പലതും, ഇവിടെ വരുന്ന പല സംഗതികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് നമ്മളുടെ ഹോപ്പ്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കുറേ ഹാപ്പിനെസ്, ഇങ്ങനത്തെ കുറേ സംഗതികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു പരിധി വരെയുള്ള മൂഡുകൾ. എന്നാൽ ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന മൂഡുകളാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. അതിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരാറുള്ളത്.
ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പോസിറ്റീവായിട്ട് നമുക്ക് ഇരുന്നോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാക്കാൻ പറ്റും. ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊണ്ടുകൊണ്ട് നമുക്ക് കുറേയും കൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോപ്പ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അനുവാദമില്ലാതെ നമ്മുടെ ബ്രെയിന്, ലിംബിക് സിസ്റ്റം, ഇമോഷണൽ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോധപൂർവം തെറാപ്യൂട്ടിക് ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ട്, പാസീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ട്. ഇപ്പൊ ആക്റ്റീവായിട്ടുള്ള ഇമോഷൻസ് പലപ്പോഴും എന്തായിരിക്കും, ഒരു അഗ്രസീവ് തലത്തിൽ. അഗ്രസീവ് എന്ന് പറയുമ്പോൾ അക്രമം എന്നുള്ള തലത്തിലല്ല അവിടെ വരുന്നത്. കുറച്ചുകൂടി നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും ആ ഭാഗത്ത്. കാരണം അവിടെ നമുക്ക് മൂഡ്, നമ്മൾ സാധാരണ ബൈപ്പോളാർ ഒക്കെ പറയുന്ന സമയത്ത് പറയാറുള്ളത് പോലെ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരിക്കും, അഗ്രസീവായ ഇമോഷൻ. അത് ഈവൻ നമുക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പം ഭയങ്കരമായിട്ട് അഗ്രസീവ് തലത്തിലേക്ക് വരാറുണ്ട്. പാസീവ് ഇമോഷൻസിന്റെ ഒരു സുഖം, അത് റിലാക്സ്ഡ് ആണ്, സബ്ഡ്യൂഡ് ആണ്. അഗ്രസീവ് ഇമോഷൻ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അൺഹാപ്പിനെസ്സിലേക്കാണ് പോവുക അവസാനത്ത്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന വ്യക്തി ഡോക്ടർ ലിസ് മില്ലറാണ്. ഈ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പറ്റുമെങ്കിൽ അവരുടെ ഈ പുസ്തകം നമ്മൾ വായിക്കണം. കാരണം ഇവര് ഡോക്ടറാണ്, ന്യൂറോ സർജനാണ്, എഴുത്തുകാരിയാണ്, അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് പലതും പ്രസന്റ് ചെയ്യുന്ന ആളാണ്, ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇവർ മുന്നോട്ട് പോയപ്പോൾ ഇവർക്ക് ബൈപ്പോളാർ ഡിസോർഡർ വന്നു. സിവിയർ ആയിട്ടുള്ള ബൈപ്പോളാർ ഡിസോർഡർ വരികയും ഇവർ പഠിച്ചിട്ടുള്ള സർജറി ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്കായി പോവുകയും ഇവർ പഠിച്ച പണി പോലും ഇവർക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഹൈ ഡിപ്രഷനും ഹൈ മാനിയാക്കുമായിട്ട് മാറി. പലപ്പോഴും ഇവരുടെ പ്രൊഫഷനിലേക്ക് മാനിയ സമയത്ത് പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കൊണ്ട് ഇവർക്ക് പലപ്പോഴും ഇവരുടെ വർക്ക് ചെയ്യാൻ പറ്റാതായി, അല്ലെങ്കിൽ വല്ലാതെ ഡിപ്രഷനിലേക്ക് പോയി. അങ്ങനെ അവർ പറ്റാവുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിട്ട് പോലും ഇവർക്ക് കംപ്ലീറ്റ്ലി ഇവരുടെ പ്രൊഫഷനിലേക്കോ ലൈഫിലേക്കോ തിരിച്ചു വരാൻ പറ്റിയില്ല. പിന്നെ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ മൂഡ് സ്വിങ്ങിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ചുകൾ നടത്തി അവർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് മൂഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. പ്ലോട്ട് യുവർ വേ ടു ഇമോഷണൽ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ. ഇപ്പോൾ ഡോക്ടർ ലിസ് മില്ലറുടെ അനുഭവം, നമ്മൾ മുമ്പ് DBT പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഇത് അനുഭവിച്ചൊരു വ്യക്തി ഡിസൈൻ ചെയ്ത സംഗതിയാണ് മൂഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇത് അനുഭവിച്ച് അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് മരുന്നിൻ്റെയും ചികിത്സയുടെയും സഹായത്തോടെ തിരിച്ചു വന്നിട്ട് സംതൃപ്തയാവാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി, അവരെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് മൂഡ് മാപ്പിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഒരു ടൂള്. ഇവരെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇവർ ഈ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. മൂഡ് മാപ്പിംഗ് എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ പുസ്തകവും വളരെ മനോഹരമാണ്, മൂഡ് മാപ്പിംഗ് എന്ന് പറയുന്ന പുസ്തകം. നമ്മൾ ഈ പുസ്തകത്തിന്റെ കുറെ സംഗതികളാണ് ഇന്നത്തെ മോഡ്യൂളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവരുടെ ലൈഫിൽ നിന്ന് ഇവരനുഭവിച്ച പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ട്, കാരണം അവർക്ക് പിന്നെ സർജറി ഒന്നും ചെയ്യാൻ പറ്റാതായി, അവരുടെ മെഡിക്കൽ പ്രൊഫഷൻ വേണ്ട പോലെ ചെയ്യാൻ പറ്റാതായി ദീർഘകാലത്തോളം. കാരണം ബൈപ്പോളാർ ഡിസോർഡറിന്റെ ഒരു പ്രശ്നം അതാണല്ലോ, നമുക്ക് ഒന്നുകിൽ ഈ എൻഡിലായിരിക്കും അല്ലെങ്കിൽ ആ എൻഡിലായിരിക്കും. ഈ രണ്ട് സമയത്തും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഡിപ്രഷന്റെ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല. മാനിയന്റെ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമായി പോകും. കാരണം ചെയ്യാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിലും കൂടുതൽ അളവിലും ആവശ്യമില്ലാത്തതും ചെയ്തു പോകുന്നതാണ്. ഇത് രണ്ടും ഒരു മെഡിക്കൽ ഡോക്ടർക്ക് പറ്റിയതല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച പ്രശ്നങ്ങളാണ് അവരെ ഈ പറയുന്ന മൂഡ് ഡിസൈനിങ് എന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇതിൻ്റെ ടെക്നിക്ക് നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴും ഇവരുടെ കണ്ടെത്തലുകളും അതിൽ CBT കൂടി ഉൾപ്പെടുത്തിയിട്ട് രണ്ട് സംഗതികളാണ് നമ്മളിതിൽ ടെക്നിക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ CBT ബേസ് ചെയ്തുകൊണ്ടുള്ളത്, രണ്ട് മൈൻഡ്ഫുൾനെസ് ബേസ് ചെയ്തുകൊള്ള. അതിലൊരു ടെക്നിക്കേ നമ്മൾ ചെയ്യുള്ളൂ, മറ്റത് സിമ്പിൾ ആയതുകൊണ്ട് വായിച്ചതിൻ്റെ നോട്ടായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. ആക്ടിവിറ്റി സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മൈൻഡ്ഫുൾനെസ്സിൻ്റെവും ഷെയർ ചെയ്യാം, അതേപോലെ തന്നെ CBTയുടേതും ഷെയർ ചെയ്യാം.
CBILT നമുക്ക് ഇവിടെ അടുത്ത ക്ലാസ്സിന്റെ ആദ്യത്തിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. ഒരു 6-7 സ്റ്റെപ്പുകൾ നമുക്ക് മൂഡ് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ഇവരെ പേരൊന്ന് ഓർത്ത് വെക്കുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. പഠിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് മൂഡ് മാപ്പിംഗ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതാണ് പലപ്പോഴും പല തെറപ്പികളുടെയും പിറകില് അത് അനുഭവിച്ച ആൾക്ക് നിലവിലുള്ള സംഗതികളിൽ നിന്ന് പരിഹാരം കിട്ടാതെ വന്നപ്പോഴാണ്, കുറച്ചുകൂടി നന്നായിട്ട് അതിന്റെ പരിഹാരത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പല സംഗതികളും ഇതുപോലെ നമുക്ക് തെറപ്പിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ മൂഡ് മാപ്പിംഗ് ഒരു ടെക്നിക്കാണ്, റൈറ്റ്? അപ്പം ഇവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മൂഡ് മാപ്പിങ്ങിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂഡ് ഡിസൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവർ പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മൂഡ് ഡിസൈനിങ് ആൻഡ് വെൽബീയിങ്. നമ്മുടെ മൂഡ് ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് വെൽബീയിങ്ങിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ മൂഡിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് പറയാറുള്ളത് മൂഡ് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ്. മൂഡ് പലപ്പോഴും നമ്മളുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നത് നമ്മൾ അറിയാതെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഡോക്ടർ ഇവർ പറയുന്നത് മൂഡ് ഡിസൈനിങ് സാധ്യമാണെന്നും അതുവഴി വെൽബീയിങ് സാധ്യമാണെന്നുള്ളത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗുഡ് ഫോർച്യൂൺ എൻഹാൻസ് ലൈഫിനെസ് എന്നുള്ളതാണ്. നമുക്ക് നല്ല ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഫ്യൂച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും മൂഡ് ഡിസൈൻ ചെയ്തുകൊണ്ട് എന്നുള്ളത് ഇവരുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ ന്യൂ ആറ്റിറ്റ്യൂഡ് വിത്ത് സിമ്പിൾ പോസിബിൾ ബേസ്. നമുക്ക് ചെറിയ ചെറിയ വഴികളിലൂടെ, കാര്യങ്ങളിലൂടെ നമുക്ക് ശരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നോയിങ് ആൻഡ് മാനേജ് ഡിഫറെന്റ് മൂഡ്സ്. മൂഡുകളെ പറ്റി അറിയുന്നതും അതിനെ മാനേജ് ചെയ്യുന്നതും സാധ്യമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ റീച്ചിങ് വെൽബീയിങ്. അങ്ങനെ മൂഡിനെ നമുക്ക് ഡിസൈൻ ചെയ്തുകൊണ്ട്, മാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വെൽബീയിങ്ങിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ ലിസ് മില്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചില്ലറക്കാരിയല്ല, അവർ ന്യൂറോ സർജനാണ്. അതേപോലെ തന്നെ നന്നായിട്ട് പബ്ലിക്കില് പല കാര്യങ്ങളും പ്രസന്റ് ചെയ്ത വ്യക്തിയാണ്. അവർക്കാണ് ഈ ബൈപ്പോളാർ ഡിസോർഡർ വന്നിട്ട് അവര് മൂഡ് സിങ്ങിന്റെ രണ്ടറ്റത്തിൻ്റെയും ഇടക്ക്, അവരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഒരു നൂൽപ്പാലത്തിലൂടെ ജീവിച്ചു പോയത് എന്ന് പറഞ്ഞു. ജീവിതം കൈവിട്ട് പോകുന്നതിന് ഒരു നൂൽപ്പാലത്തിൽ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് പോകാവുന്ന അവസ്ഥയിൽ നിന്ന് അവർ തിരിച്ചു വരികയും ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളെ സാധാരണ ലൈഫ് സാധ്യമാകുന്നതിന് സഹായിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ. ഇതിന്റെ ടെക്നിക്ക് നമ്മൾ പരിശീലിക്കും. അപ്പൊ ഇവരുടെ ഒരു അഭിപ്രായത്തിൽ മൂഡിന്റെ കാരണം, പ്രധാനമായിട്ട് മൂഡ് മാറുന്നതിന്റെ കാരണമായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് 5 ഇൻപുട്ടുകളാണ്. പ്രധാനമായിട്ടും 5 ഇൻപുട്സ് ആണ് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. 5 ഇൻപുട്ടുകളാണ്. ഒന്നാമത്തത് സറൗണ്ടിങ്സ് ആണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ മൂഡിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചില ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ, ചില സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. 2 സാധ്യതകളുണ്ട് ഇവിടെ. ഒന്ന്, സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോവാം. 2, സാഹചര്യത്തിന് അനുകൂലമായിട്ട് നമുക്ക് മാറാം. ഇത് രണ്ടും നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. ചില ഘട്ടത്തിൽ നമുക്ക് സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോവേണ്ടതായിരിക്കും. ഉദാഹരണത്തിന് ഒരുപാട് ഫാമിലി കൗൺസിലിംഗ് കേസുകളിൽ നമ്മൾ ചിലപ്പോൾ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബത്തിൽ നിന്ന് വാടകയ്ക്ക് താമസിച്ച്, അതിന് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു സൂത്രം, ട്രീറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് ഇവർ രണ്ടുപേരും ഒറ്റക്ക് നിന്നിട്ട് ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇവർ മാറി താമസിച്ച് 1-2 മാസം മാറി ആ സറൗണ്ടിങ്ങിൽ നിന്ന് മാറി താമസിക്കുന്ന സമയത്ത് ഇവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരാറുണ്ട്. കാരണം പലപ്പോഴും കുടുംബത്തിന്റെ ഇൻഫ്ലുവൻസ് ജീവിതത്തെ പലപ്പോഴും പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്, ഫാമിലി ലൈഫിനൊക്കെ. ഒരു വഴി അതാണ്, സിംപ്ലസ്റ്റ് വഴി അതാണ്, സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക. നമ്മൾ പറയാറുണ്ടല്ലോ, സാധാരണഗതിയിൽ നെഗറ്റീവ് പീപ്പിളാണ് നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ കുറെ കഴിയുമ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും എന്നുള്ളത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒന്നുകിൽ സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ മാറണം, അതല്ലെങ്കിൽ നമ്മൾ സറൗണ്ടിങ്ങിനനുസരിച്ച് നമ്മളെ മാറ്റണം.
ആ രണ്ടാമത്തെ വഴിയാണ് ബുദ്ധിമുട്ടുള്ളത്. അതാണ് നമ്മൾ ടെക്നിക്കായിട്ട് പരിശീലിക്കുക. രണ്ടാമത്തെ മൂഡിന്റെ കാരണമായിട്ട് പറയുന്നത് ഫിസിക്കൽ ബോഡിയാണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മ്യൂണിറ്റി കൂട്ടണം, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം, ഹെൽത്ത് കൂട്ടണം, അതിൻ്റെ ആരോഗ്യസ്ഥിതി നമ്മൾ സംരക്ഷിച്ച് കൊണ്ട് നടക്കണം. നമുക്കറിയാം, പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു കൂട്ടം മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതിൻ്റെ കുറെ കൂട്ടം. നമുക്കറിയാം, കുറച്ച് സോഡിയം വ്യത്യാസം വന്നാൽ നമ്മളെ കഥ കഴിഞ്ഞു, കുറച്ച് പൊട്ടാസ്യം വ്യത്യാസം വന്നാൽ നമ്മുടെ കഥ കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെയാണ്, നമ്മളൊരു കറിയിൽ ഒരിത്തിരി ഉപ്പ് കൂടിയാൽ നമുക്ക് അസ്വസ്ഥത വരലുണ്ട്. ശരീരത്തിലൊരു ലേശം ഉപ്പ് കൂടിയാൽ നമ്മുടെ സ്വഭാവം മുഴുവൻ തകരാറിലാവും. സോഡിയം കൂടിയും കുറഞ്ഞിട്ടും ആളുകൾ കളിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡിക്ക് മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മൈൻഡിന് പവർ ഉള്ളത് കൊണ്ട് നല്ല മെന്റൽ കണ്ടീഷൻ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവ് മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളത് റെസ്റ്റും സ്ലീപ്പുമായതുകൊണ്ട് അത് നിലനിർത്തുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ലിസ് മില്ലറുടെ ബുക്ക് വായിച്ചാൽ അവരെടുത്ത് പറയുന്നുണ്ട് ഈ 4 കാര്യങ്ങളെ പറ്റി. 1 സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ആണ്, 2 ന്യൂട്രീഷൻ ആണ്, അതേപോലെ 3 എക്സസൈസ് ആണ്, 4മത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ആണ്. ഈ സംഗതികൾ നമ്മൾ നിലനിർത്തണം. കാരണം ഇതാണ് മൂഡിന്റെ ഒരു പ്രധാന കാരണം, ഫിസിക്കൽ ബോഡിയാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പിന്നെ വരുന്നത് റിലേഷൻഷിപ്പുകളാണ്. ടോക്സിക് റിലേഷൻഷിപ്പുകൾ നമ്മുടെ മൂഡിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് കാര്യം അവർ പറയുന്നത് നോളേജാണ്. അറിവാണ് മാറ്റം ഉണ്ടാക്കുന്നത്. നോളേജ് അല്ലെങ്കിൽ അവെയർനെസ് ലീഡ്സ് ടു ചേഞ്ച് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്. എന്താണ് എൻ്റെ പ്രശ്നമെന്നും, എന്താണ് എൻ്റെ ബന്ധങ്ങളെന്നും, എന്താണ് എൻ്റെ ശാരീരികാവസ്ഥ എന്നും, എന്താണ് എൻ്റെ ചുറ്റുപാടെന്നും നന്നായി പഠിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് 5മത്തത് നേച്ചർ. ഈ നേച്ചർ എന്ന് പറയുന്ന സമയത്ത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. നമ്മളൊരു ഡിസോർഡർ കേട്ടിട്ടുണ്ടാവും, സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് അതിൻ്റെ പേര്, SAD. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ കന്നഡക്കാർ, അതേപോലെ തന്നെ ഐസ്ലൻഡുകാർ, അതേപോലെ ബ്രിട്ടീഷുകാരൊക്കെ. കാരണം ഈ മൂടിയ കാലാവസ്ഥകൾ വരുന്ന സമയത്ത് ഇവിടെയുള്ള നല്ലൊരു ശതമാനം ആളുകൾ ഡിപ്രഷനും മെഡിസിൻ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സ്ട്രീം ചൂട് വരുന്ന സമയത്തും നമ്മുടെ മാനിയാക്ക് പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശരീരത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ തണുപ്പ് ഡിസംബർ മാസമാവുന്ന സമയത്ത് വാതരോഗമൊക്കെ കൂടും. അതേപോലെ നിങ്ങൾക്ക് ഡിപ്രഷനുള്ള പേഷ്യൻസിനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, തണുപ്പ് കാലത്ത് അവർക്ക് ഡിപ്രഷൻ കൂടും, കൃത്യമായിട്ട് മെഡിസിനോ തെറാപ്പിയോ ചെയ്തിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് നേച്ചറും നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പുസ്തകം റെഫർ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 5 ഫാക്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മൂഡുമായിട്ട് കണക്ട് ചെയ്തത്. സറൗണ്ടിങ്സ്, ഫിസിക്കൽ ബോഡി, റിലേഷൻഷിപ്പ്, നോളജ്. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാരൊക്കെ പലപ്പോഴും നമ്മളവിടെ വല്ലാതെ തണുത്ത് കിടക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്, ടൂറ് വരുന്നതും കുറച്ചുകൂടി ചൂടുള്ള കാലാവസ്ഥയിലേക്ക് വരുന്നതും അതുകൊണ്ടാണ്. ഈ 5 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇതാണ് മൂഡിന്റെ കോസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒക്കെ കൂടെ വരുന്ന ഒരു സംഗതിയാണ് സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ പ്രതീക്ഷകൾ നടന്നിട്ടില്ലെങ്കിൽ, ഇപ്പം ആരെങ്കിലും ഒന്ന് തേച്ചിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഡിപ്രഷന്റെ അടിസ്ഥാന കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഒരു ബിസിനസ് തകരുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നതിൻ്റെ കാരണം എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം എക്സ്പെക്റ്റേഷന് നമ്മൾ കൃത്യമായിട്ട് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഗതിയാണ്
എക്സ്പെക്റ്റേഷൻ്റെ മറ്റേ പാർട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റണം. അതിന് ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടും ഉണ്ടാവാം, അതിനെ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഈ 5+എക്സ്പെക്റ്റേഷൻ ആണ് പലപ്പോഴും. ഇപ്പൊ ചില ആളുടെ എക്സ്പെക്റ്റേഷൻ എൻ്റെ സറൗണ്ടിങ് ഞാൻ വിചാരിക്കും പോലെ ആവണം എന്നാ. അങ്ങനെ വരുമ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെ വരുന്ന സംഗതികളാണ് മൂഡിന്റെ കോസ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൂഡ് ഡിസൈനിങ് ആൻഡ് വെൽബീയിങ് ആണ്. മൂഡ് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്നും വെൽബീയിങ് ആണ് വരുന്നത്. നമുക്ക് 4 പ്രധാനപ്പെട്ട മൂഡുകളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഓരോ ടൂള് പഠിക്കുമ്പോഴും നമ്മൾ കുറേ മൂഡുകൾ, TA പഠിച്ചപ്പോൾ നമ്മൾ 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജനറൽ സൈക്കോളജി പറഞ്ഞപ്പോൾ 6 ഇമോഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ലിസ് മില്ലർ പറയുന്നത് ബേസിക് മൂഡുകളെ 4ആയിട്ടാണ് തിരിച്ചത്. ഇതിൽ ഗുഡും ബാഡും ഉണ്ട്. ഇതാണ് ആ 4 മൂഡുകൾ അവർ പറയുന്നത്. ഒന്നാമത്തത് ആങ്സൈറ്റി, ബാഡിൽ വരുന്നത്. ഇതെല്ലാവർക്കും അത്യാവശ്യം പരിചയമുള്ളതായിരിക്കുമല്ലോ. ആങ്സൈറ്റി നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ആങ്സൈറ്റി അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. രണ്ടാമത് വരുന്നത് ഡിപ്രഷനാണ്. എഗെയിൻ നെഗറ്റീവാണ്. ഡിപ്രഷനാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ഇവർ പറഞ്ഞത് ആക്ഷൻ, നമ്മളുടെ ഒരു മൂഡായിട്ട്, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മൂഡിനെയാണ് അവർ ആക്ഷൻ എന്ന് വിളിച്ചത്. നാലാമത്തത് കാമാണ്, നമുക്ക് ശാന്തമായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുക. ഈ 4 മൂഡുകളെ പറ്റിയാണ് മൂഡ് മാപ്പിങ്ങിന്റെ അല്ലെങ്കിൽ മൂഡ് ഡിസൈനിങ്ങിൽ നമ്മൾ എടുക്കുന്നത്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ആക്ഷൻ, കാം. ഇതിൽ ആക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഹാപ്പിനെസ് ആണ്. ഇത് കൂടുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാനിയ വരുന്നത്. ഡിപ്രഷൻ നെഗറ്റീവാണ്. ഇത് കൂടുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ ബൈപ്പോളാറിന്റെ ഈ സൈഡ് വരുന്നത്. ശരിക്കും ആങ്സൈറ്റിയും ആക്ഷനും കൂടി മിക്സ് ആവുന്ന സമയത്താണ് മാനിയയുടെ പല ലക്ഷണങ്ങളും നമുക്ക് പുറത്തു വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് 4 മൂഡുകൾ പിന്നെ ലിസ് മില്ലറുടെ അഭിപ്രായത്തിൽ. അപ്പൊ ഇനി മെല്ലെ നമ്മൾ അതിൻ്റെ ഒരു ഇതുപോലുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ കാണുക. അപ്പൊ ഇതെല്ലാത്തിനും അവരിങ്ങനെ തിരിച്ചിട്ട് ഹൈ എനർജി, ലോ എനർജി, പോസിറ്റീവ്, നെഗറ്റീവ്. ലിസ് മില്ലറുടെ അഭിപ്രായത്തിൽ ആങ്സൈറ്റി ഉള്ള സമയത്ത് നമുക്ക് എനർജി വളരെ കൂടുതലായിരിക്കും, മാനിയയുടെ തലത്തിൽ. അപ്പൊ അഡ്വഞ്ചറസ്. അപ്പൊ നമുക്ക് പറയുന്നത് എന്താണെന്നോ ചെയ്യുന്നത് എന്താണെന്നോ പലപ്പോഴും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അവർ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് സൈഡിലാണ്. എന്തുകൊണ്ട് നെഗറ്റീവ് സൈഡിൽ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് കെമിക്കൽസ് ആണ് ആങ്സൈറ്റി ഉള്ള സമയത്ത്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, അതുപോലെ നമുക്ക് കോർട്ടിസോള്. ഈ 3 പ്രധാനപ്പെട്ട നെഗറ്റീവ് പിന്നെ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈ എനർജിയാണ് ആങ്സൈറ്റി. ആക്ഷൻ അവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ മൂഡിനെയാണ്, പ്ലസന്റ് മൂഡിനെയാണ്. അവിടെയും അവർ ഹൈ എനർജിയുടെ ഭാഗത്താണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി നെഗറ്റീവ് എനർജിയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത്, ഡിപ്രഷൻ വരുന്ന സമയത്ത് ലോ എനർജി, സെറട്ടോണിൻ നമ്മളിൽ കുറയുന്നു, ഡോപ്പമൈൻ നമ്മളിൽ കുറയുന്നു, ഒന്നും ചെയ്യാനില്ലാത്ത മൂഡ്, എനർജി വളരെ വളരെ കുറയുന്നു. അങ്ങനെ കുറയുന്നതും നെഗറ്റീവ് സൈഡിലാണ്. പക്ഷെ കാമാവുകയാണെങ്കിൽ എനർജി നമുക്ക് കുറവാണ്, സെയിം ടൈം നമ്മൾ പോസിറ്റീവാണ്. കാരണം കാമാവുന്ന സമയത്ത് ബ്രെയിനിന്റെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് നോർമലാണ്. ഡിപ്രഷൻ ആവുന്ന സമയത്ത് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് നോർമൽ അല്ല. കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് പറഞ്ഞാൽ തോട്ട്, പ്ലാൻ ചെയ്യാനുള്ള കഴിവ്, പെർസീവ് ചെയ്യാനുള്ള കഴിവ്, ഡിസൈഡ് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ശാന്തമായ സമയത്തെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നല്ല തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എനർജി കുറവാണെങ്കിലും നമ്മുടെ ബ്രെയിനിന്റെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ഓക്കെ ആയതുകൊണ്ട് അത് പോസിറ്റീവാണ്. ഡിപ്രഷന്റെ സമയത്ത് എനർജി കുറവുമാണ്, ബ്രെയിനിന്റെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒരിക്കലും വേണ്ട പോലെ വർക്ക് ചെയ്യില്ല. ആക്ഷന്റെ സമയത്ത് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് മാക്സിമം ആയിരിക്കും. ആങ്സൈറ്റിയുടെ സമയത്ത് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് പലപ്പോഴും റോങ് ആയിരിക്കും, വേണ്ട തലത്തിലാവില്ല. കാരണം ഇവിടെ നെഗറ്റീവ് കെമിക്കലാണ്, ആക്ഷന്റെ സമയത്ത് പോസിറ്റീവ് കെമിക്കലാണ്. ആക്ഷന്റെ സമയത്ത് വർക്ക് ചെയ്യുന്നത് സെറട്ടോണിനും ഡോപ്പമൈനും ഒക്കെയാണ്. ആങ്സൈറ്റിയുടെ അടുത്ത് വർക്ക് ചെയ്യുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെയാണ്.
കാമാവുന്ന സമയത്ത് നമ്മൾ കാമാവുന്നത്, ശാന്തമാകുന്നത് നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസ് ആണ്. ഇവിടെ നെഗറ്റീവ് സമയത്ത് നമ്മളെ ശാന്തമാകുന്നുണ്ടെങ്കിൽ പോലും അഡ്രിനാലിനും നോറഡ്രിനാലിൻ പോലുള്ള നെഗറ്റീവ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒന്നുകിൽ ലോ ആയിരിക്കും, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫങ്ഷൻ കറക്റ്റ് ആയിരിക്കും. ഈ സമയത്തേക്ക് വരുന്ന സമയത്ത് കൊഗ്നിറ്റീവ് ഫങ്ഷൻ ഹൈയോ ലോ ആണെങ്കിലും അതെന്തായിരിക്കും, നോർമലും ഫങ്ഷണലും ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് ഭാഗത്ത് ഇത് രണ്ടും കൊടുത്തത്, നെഗറ്റീവ് ഭാഗത്ത് ഇത് രണ്ടും കൊടുത്തത്. അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ് അവര്, ആൻസൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാമാവണം. ആൻസൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അവിടെ നമുക്ക് റിലാക്സേഷൻ, മെഡിറ്റേഷൻ, ഫിസിക്കൽ എക്സസൈസ്, പ്രോപ്പർ ഫുഡ്, അതേപോലെ തന്നെ നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ശാന്തമാക്കുന്നതാണ് മൂഡ് ഡിസൈനിങ്ങിലെ ഒരു വഴി. ആക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ കാമാവണം, അത് ചെയ്തുകൊണ്ടാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ആങ്സൈറ്റിയെ നമ്മൾ കാമാക്കുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആങ്സൈറ്റി പെർസീവ്ഡ് ത്രെട്ട് ആണല്ലോ. ഭാവിയിൽ ഞാൻ എന്തെങ്കിലും ആലോചിച്ച് ബേജാറായിട്ട് ഞാൻ ഉണ്ടാക്കി തീർക്കുന്ന കോർട്ടിസോളാണ്. ആ എനർജി ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് എൻ്റെ ബോഡി സ്വെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഉദാഹരണം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. ഇപ്പോ ഒരു പട്ടി എൻ്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ എന്നിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, അഡ്രിനാലിനും നോറഡ്രിനാലിനും തന്നെയാണ്. അത് ഓട്ടം കുറെ തുടരുകയാണെങ്കിൽ കോർട്ടിസോൾ കൂടി വരും. പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞൊരു കല്ലെടുത്ത് നായ തിരിഞ്ഞോടിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് കയറി രക്ഷപ്പെട്ടാൽ നമ്മളുടെ ഈ അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെ നോർമലാവും. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പ്രവർത്തിച്ചു, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ചെയ്ത എനർജി ഉപയോഗിച്ചു. എന്നാൽ ഞാൻ അടുത്ത ആഴ്ച പ്രസന്റേഷൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് ബേജാറായിട്ട് ഞാൻ ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ ഇതേ അഡ്രിനാലിനും ഇതേ നോറഡ്രിനാലിനും ഇതേ കോർട്ടിസോളും എന്നിൽ പോയി. പക്ഷെ ഞാൻ ഓടണമില്ല, ഫൈറ്റും ചെയ്യണില്ല, ഫ്ലൈറ്റും ചെയ്യണില്ല. അപ്പൊ എൻ്റെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആവശ്യമില്ലാത്ത ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ എനർജി അവിടെ ഉണ്ടാവും. ഈ എനർജി ഉപയോഗിക്കാതെ വരുന്ന സമയത്താണ് എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുക, എൻ്റെ ശരീരം വിയർക്കുക, എൻ്റെ ശരീരത്തിൽ വിറയൽ അനുഭവപ്പെടുക, അതേപോലെ തന്നെ എനിക്ക് കോൾഡ് പേഴ്സ്പിറേഷൻ, തണുപ്പ് അനുഭവപ്പെടുക, നനവ് അനുഭവപ്പെടുക, എനിക്ക് ബ്ലേഡ് ആവുക, കാഴ്ച, അതേപോലെ ഇതൊക്കെ സംഭവിക്കുന്നത് നായ വന്നപ്പോൾ നമുക്ക് ഉണ്ടായ എനർജി ഓടിട്ടോ അല്ലെങ്കിൽ നായനോട് ഫൈറ്റ് ചെയ്തിട്ടോ ഉപയോഗിച്ചത് കൊണ്ട് അത് തീർന്നു പോയി. സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവായി, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അതിനെ ഇനാക്റ്റീവ് ആക്കി. ഇവിടെ പാരസിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവായി, എന്നിൽ ഈ പറയുന്ന ഹോർമോൺ ഉണ്ടായി. പക്ഷെ അതെന്റെ ബോഡിയിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും, ആങ്സൈറ്റി നിലനിൽക്കും. അപ്പൊ കോർട്ടിസോൾ നിലനിൽക്കും, ഉപയോഗിക്കാത്ത എനർജി ഉണ്ടാവും. അപ്പൊ എനിക്ക് ഈ പറയുന്ന പാനിക് അറ്റാക്ക് ആയിട്ട് മാറും. ഇങ്ങനെ ആങ്സൈറ്റി കൂടി വന്നിട്ട് കോർട്ടിസോള് കൂടി വന്ന് ഉപയോഗിക്കപ്പെടാത്ത വരുമ്പോഴാണ് പാനിക് അറ്റാക്ക് വരുന്നത്. ഹാർട്ട് റേറ്റ് കൂടുക, കണ്ണിന്റെ കാഴ്ച മങ്ങുക, ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തോന്നുക, ഇങ്ങനെ വരുന്നത്. അവിടെയാണ് നമ്മൾ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആങ്സൈറ്റിയെ ശാന്തമാക്കേണ്ടത്. അതേസമയത്ത് മറ്റോടത്ത് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ നല്ല ഒരു കാര്യം ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളവിടെ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി അതിൻ്റെ എനർജി ഉപയോഗിച്ചു. ഈ രണ്ടാലൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എനർജിനെ ഉപയോഗിക്കണം എന്നാണ് ലിസ് മില്ലർ പറയുന്നത്. ആങ്സൈറ്റി ആണെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ച് കാമാക്കണം, അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ട് കാമാക്കണം. ഇതിന് നമ്മൾ ചുരുക്കി പറയുന്ന ഒരു പേരുണ്ട് കേട്ടോ. നമ്മൾ ഈ ആങ്സൈറ്റി ഉണ്ടാവണേന്, സ്ട്രെസ് ഉണ്ടാവണേന്, അതിന് പറയുന്ന പേര് HPA ആക്സിസ് ആക്ഷൻ എന്നാണ്. H എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ്, P എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി, A എന്ന് പറഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡ്. ഉദാഹരണത്തിന് ഇപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു പട്ടി എൻ്റെ നേരെ ഓടി വരാൻ തുടങ്ങിയാൽ എൻ്റെ ഹൈപ്പോതലാമസ് എൻ്റെ പിറ്റ്യൂട്ടറിക്ക് ഒരു നിർദ്ദേശം കൊടുക്കും, ദാ റെഡി ആയിക്കോ, ഒരു പ്രശ്നം വരുന്നുണ്ട്. പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും, എൻ്റെ അഡ്രിനൽ ഗ്ലാൻഡിന് നിർദ്ദേശം കൊടുക്കും,
വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചോളൂ. അപ്പൊ അഡ്രിനാലിനും നോറഡ്രിനാലിൻ രണ്ടിന്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. അഡ്രിനാലിനും നോറഡ്രിനാലിനും നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കുക. അപ്പൊ എൻ്റെ കാലിന് ബലം കൂടും, എൻ്റെ പിന്നെ കൈക്ക് ശക്തി കൂടും, എനിക്ക് ഓടാൻ പറ്റും, എനർജി കൂടും. HPA ആക്സിസ്. ഇത് ഞാൻ ഓടിക്കഴിഞ്ഞാൽ നോർമലാവും. എന്നാൽ ഇതേ സംഗതിയാണ് അടുത്ത ആഴ്ച എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ്, അല്ലെ പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബേജാറാവുമ്പോൾ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രവൃത്തി നടക്കാത്തത് കൊണ്ട് ഈ എനർജി അവിടെ ഉണ്ടാവുമ്പോൾ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിക് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാധാ ട്രപ്ലിംഗ് ആയിട്ടോ നമ്മുടെ ബോഡിയിൽ ഇത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആങ്സൈറ്റി ഡിസോർഡറുകളായിട്ട് മാറുന്നത്. ഇപ്പൊ എക്സാം ഫിയർ പേടിച്ച് 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 പരീക്ഷാ ഹാളിൽ എത്തുന്ന സമയത്ത് ഈ HPA ആക്സിസ് വർക്ക് ചെയ്തുണ്ടാക്കിയ എനർജി അവിടെ കിടക്കുന്നത് കൊണ്ട് അവിടുന്ന് നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരമൊന്നും ഓർമ്മയിലേക്ക് വരാതായി പോകും. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ HPA ആക്സിസ് പറഞ്ഞതിൽ? അതേപോലെ തന്നെ ഈ ആങ്സൈറ്റി എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ? അതെങ്ങനെയാണ് നമ്മൾ എനർജി ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കപ്പെടാതെ പോയാൽ? ഇപ്പോൾ നമുക്കൊരു പാമ്പ് വന്ന് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ, പാമ്പ് പോയി കഴിഞ്ഞാൽ ആ പേടി ശാന്തമാക്കും. കാരണം അവിടെ റിയൽ ഫിയർ ആണുള്ളത്, മറ്റോടത്ത് പെർസീവ്ഡ് ത്രെറ്റാണ്. റിയൽ ഫിയറിൽ സിമ്പതറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവുകയും ആ പേടി മാറിയാൽ പാരാസിമ്പതറ്റിക് സിസ്റ്റം അതിനെ നോർമലാക്കുകയും ചെയ്യും. പക്ഷെ പെർസീവ്ഡ് ത്രെറ്റിൽ അത് പ്രശ്നം തീരാത്തത് കൊണ്ട് ദീർഘകാലം അവിടെ നിൽക്കുമ്പോൾ കോർട്ടിസോളും കൂടി വന്നിട്ട് അതിനവിടെ നിലനിർത്തി ആവശ്യമില്ലാത്ത എനർജി അവിടെ നിലനിർത്തും. ഇതാണ് ആൻസൈറ്റി ആയിട്ട് നമുക്ക് മാറുന്നത്. കോർട്ടിസോളിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വന്നാൽ അങ്ങനെ വെറും കൈയോടെ പോകില്ല എന്നാ, നമ്മളെ എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടാക്കിയിട്ടേ അത് പോകുള്ളൂ. അതുകൊണ്ടാണ് നീണ്ടു നിൽക്കുന്ന ത്രെട്ടുകൾ കോർട്ടിസോൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ആങ്സൈറ്റി ഉള്ള ആളുകളെ രാവിലെ 8 മണിക്ക് കോർട്ടിസോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കോർട്ടിസോളിന്റെ അളവ്. നമുക്ക് ആങ്സൈറ്റി റിഡക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കുറവും നമുക്ക് കാണാൻ പറ്റും. അത് ശരിയായ കെമിക്കൽ സംഗതികളാണ്. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? എങ്ങനെയാണ് ഈ മൂഡ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്? അതേ സമയത്ത് അതിനെ നമ്മൾ ടെക്നിക്ക് ഉപയോഗിച്ച് കാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആവും, കാമിലേക്ക് നമ്മൾ വരും. ഇതാണ് മൂഡ് ഡിസൈനിങ്ങിനെ പറ്റി ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ? പ്ലേസ്. ഇവിടെ ഇങ്ങനെ മൂഡ് ഇങ്ങനെ മാറ്റം വരുമ്പോഴേ നമ്മൾ ഇപ്പൊ ഈ എക്സാമിന്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞില്ലേ, അപ്പോ ഈ എക്സാമിനൊക്കെ പോകുമ്പോ നമ്മൾ കളിക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പൊ എന്റെ മക്കളൊക്കെ അങ്ങനെയാണ്. എക്സാം ആയാലും അവർക്ക് കളിക്കാൻ പോണം എന്ന് പറയും. അപ്പൊ അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യാനും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ എനർജി ലെവല് കറക്റ്റ് ആവോ? എല്ലാവരിലും എക്സാം ആങ്സൈറ്റി ഉണ്ടാക്കുന്നില്ല. ഇത് എക്സാം ഫുള്ളായിട്ട് പഠിച്ച് ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞെന്നുള്ള ഒരു ഇതുണ്ടായിട്ടല്ല. അവരെപ്പോഴും പറയും കളി കൂടെ ആയിട്ടുണ്ടെങ്കിലാണ് എക്സാം റിലാക്സ് ആയിട്ട് എഴുതാൻ പറ്റാന്ന അവരുടെ ഒരു അഭിപ്രായം. അവർക്ക് അങ്ങനെ ഒരു രീതി ശരിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു സംഗതി അവരെ ബുദ്ധിമുട്ടാക്കുന്നില്ല. അതായത് എക്സാം ഫിയർ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമാണ് ഉള്ളത്. അവരിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇപ്പൊ ഇതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെമിനാർ പ്രസന്റേഷൻ ഉള്ള ദിവസമാകുമ്പോഴേക്ക് അവർ ആലോചിച്ച് ബേജാറായിട്ട് കണ്ടിട്ടില്ല, പോണേന്റെ അന്ന് രാവിലെ പനിയുണ്ടോ, അല്ലെങ്കിൽ പോണേന്റെ അന്ന് രാവിലെ വയറ് തകരാറോ, അല്ലെങ്കിൽ പാനിക് പ്രശ്നം വരും. കാരണം ഈ പെർസീവ്ഡ് ത്രെട്ട് കൊണ്ടുവന്ന് ഈ കെമിക്കൽസ് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ബോഡിയിൽ ഉപയോഗിക്കാതെ കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ കൂളായിട്ടാണ് ഒരു പ്രസന്റേഷന് പോണതെങ്കിൽ, കൂളായിട്ടാണ് ഞാൻ ഒരു പരീക്ഷ എഴുതുന്നതെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഈ പറയുന്ന കെമിക്കൽ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, HPA ആക്സിസ് ആക്ഷൻ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നോർമലാണ്. കുറച്ച് സയൻസ് ആണ് പറഞ്ഞത്. അപ്പം കുറച്ചതിന്റെ സയൻസും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. എന്താണ് നമ്മുടെ ബോഡിയിൽ പാനിക് അറ്റാക്ക് നടക്കുമ്പോൾ സംഭവിക്കുന്നത്, എന്താണ് നമ്മുടെ ബോഡിയിൽ ആങ്സൈറ്റി വരുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ ചിത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
ഇങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഇന്ന് മതിയാക്കാം. ഒരു 2 സ്ലൈഡ് കൂടി തിയറി പറയാനുണ്ട്, പ്ലസ് ഇതിന്റെ CBT എങ്ങനെയാണ് നമ്മൾ മൂഡ് ഡിസൈനിങ് CBT ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിന്റെ ആദ്യത്തില്, ഇന്നത്തെ അത്ര സമയം വേണ്ടി വരില്ല. അപ്പോൾ 2 സ്ലൈഡ് കൂടി നമ്മൾ ആക്ടിവിറ്റിക്ക് കുറച്ചധികം സമയം എടുത്തത് കൊണ്ട് 2 സ്ലൈഡ് ബാക്കി വരുന്നത് നമ്മൾ ഈ സംഗതികൾ ഓരോ ദിവസവും എങ്ങനെയെന്നുള്ളതൊന്ന് അളക്കുകയും പിന്നെ നമ്മൾ CBT ആക്ടിവിറ്റിയിലേക്ക് പോവുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത സെഷന്റെ ആദ്യത്തിൽ നമുക്ക് ചെയ്യാം. ചോദ്യങ്ങൾ? മോമൻജി, ആ ഈ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റംസ് അത് സ്റ്റോപ്പ് ചെയ്യുമല്ലോ. ആ അതുകൊണ്ട് അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വയറ് സംബന്ധമായ പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ടല്ലോ യെസ്, അല്ലേ? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ആ അതേപോലെ തന്നെ വയറ് ചിലപ്പോൾ തകരാറാവും, അപ്പിറ്റൈറ്റ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യും. ആ സമയത്ത് അവർക്ക് വിശപ്പില്ലാത്തതിന്റെ കാരണവും അതാണ്. കാരണം കഴിച്ച ഭക്ഷണം അവർക്ക് ദഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മെറ്റബോളിസം ഡിപ്രഷൻ, ആങ്സൈറ്റി വരുമ്പോൾ അവർക്ക് തീരെ ഫുഡ് കഴിക്കാനുള്ള താല്പര്യം ഇല്ലാത്തത്. ഉണ്ടാവില്ല, മെറ്റബോളിസം തകരാറിലാവും, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കും. സ്ട്രെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൽ ഡിസയർ ഉണ്ടാവില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുവൽ സൈക്കിളിനെ ബാധിക്കും. പുരുഷന്മാർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരും. ഇങ്ങനൊക്കെ സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിനെ ബാധിക്കുന്നുണ്ട്, മൊത്തം പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. കാരണം അത്ര അധികം കെമിക്കൽ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഉപയോഗിക്കപ്പെടാതെ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രെസ് ഉള്ളവരോട് എക്സസൈസ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു കാരണം, ഒരു പരിധി വരെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എനർജി ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ടാണല്ലേ സാറേ ആക്സിസ് എന്നല്ലേ പറഞ്ഞത്? ഏതാണ് HPA ആക്സിസ്. ആക്സിസ്? അതൊരു ആക്സിസ് പോലെയാണ് പ്രവർത്തിക്കുക. ഹൈപ്പോതലാമസ് പെർസീവ് ചെയ്യും, പിറ്റ്യൂട്ടറിക്ക് നിർദ്ദേശം കൊടുക്കും, പിറ്റ്യൂട്ടറി അഡ്രിനാലിനോട് ഇത് ഉൽപ്പാദിപ്പിക്കും. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റഡാർ സിസ്റ്റം ഇന്ത്യൻ സൈന്യത്തിന് ഒരു വിവരം കൊടുത്തു, പാകിസ്ഥാനിൽ നിന്ന് ആക്രമിക്കാൻ വരുന്നുണ്ട്. റഡാർ സിസ്റ്റത്തില് പിന്നെ ഓപ്പറേറ്റേഴ്സ് വളരെ വേഗത്തിൽ അത് സൈനിക തലവന്മാർക്ക് കൊടുക്കും. സൈനിക തലവന്മാര് റെഡി ആയിക്കോ, അറ്റാക്കിന് റെഡി ആയിക്കോ എന്ന് കൊടുക്കും. അവരെന്ത് ചെയ്യും, പെട്ടെന്ന് റെഡിയാവും. ഇതേ പരിപാടിയാണ് HPA ആക്സിസ് നമ്മളിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആദ്യ കാലത്ത് 2 വഴിയേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ സർവൈവ് ചെയ്യാൻ. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക. ഈ 2 സാധനം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ റെപ്റ്റൈൽ ബ്രെയിനിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ളത്. ഈ സംഗതി തന്നെയാണ് നമ്മൾ ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് വന്നാലും ആദ്യം നോക്കുക, ഫൈറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാൻ നോക്കും. ഇത് 2 ചെയ്താലും അടങ്ങും. പക്ഷെ പെർസീവ്ഡ് ത്രെട്ട് ആവുമ്പോൾ ഇത് 2 ചെയ്യാൻ പറ്റൂല. കാരണം അടുത്ത ആഴ്ച ഉള്ള കാര്യം ആലോചിച്ചിട്ടായിരിക്കും ഞാൻ ബേജാറാവുന്നത്. ഓക്കെ, സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറേ നേരം ഈ യെസ്. പറഞ്ഞിരിക്കുന്നു. ആ ഈ കഴിഞ്ഞ 3 ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആക്ടിവിറ്റി സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. ആ അപ്പോൾ എനിക്ക് ഈ സ്റ്റാർട്ടിങ് ചെയ്യുന്നതുകൊണ്ടാണ് എന്തോന്ന് അറിയില്ല, അത്രയൊരു എഫക്റ്റീവായിട്ട് കിട്ടുന്നില്ല. സാധാരണ സാറിൻ്റെ ക്ലാസ്സിൽ ഒരു പകുതിക്ക് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഒരു ആക്ടിവിറ്റി ആ ചെയ്യാറ്. ഇതിൻ്റെ ഓക്കെ. സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ ആക്ടിവിറ്റി എടുക്കുമ്പോൾ ആ നമ്മളെ മൈൻഡ് ഫസ്റ്റ് തന്നെ കാം ഡൗൺ അല്ല, കുറച്ച് ഓക്കെ. മുന്നോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നിയ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഒരു സെൻട്രലാക്കിയിട്ട് ആക്ടിവിറ്റി ഓക്കെ, എടുത്തായിരിക്കും. നമുക്ക് അങ്ങനെ മാറ്റാം. അല്ല, അങ്ങനെ മറ്റുള്ളവർക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞു മാത്രം. ഞാൻ ആക്ടിവിറ്റി ആദ്യമാക്കാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു കാരണം, കുറച്ചുകൂടി ഫ്രഷ് ആവും. കേട്ട് കേട്ട് ബ്രെയിൻ ഒന്ന് ഇതാവണതിന്റെ മുമ്പ് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താൽ അത് നേരെ ബ്രെയിനിലേക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ടിവിറ്റി ആദ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന്. രണ്ടാമത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് പറഞ്ഞ് അവസാന ആക്ടിവിറ്റി എന്ത് ചെയ്തില്ല, ഉള്ളതിന് സമയം ഉണ്ടായില്ല. അപ്പൊ ആ ആക്ടിവിറ്റി ആദ്യത്തെ ക്ലാസ്സിൽ വന്നു. പിന്നെ ഒരു ക്ലാസ്സിൽ 2 ആക്ടിവിറ്റി വന്നിട്ട് ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ആദ്യം ചെയ്യാൻ തുടങ്ങിയത്.
ഫസ്റ്റിൽ എൻ്റെ കണക്കൂട്ടൽ പയച്ചു പോയതാണ്. നിങ്ങളോടാവുമ്പോൾ ഇപ്പോൾ തുറന്ന് പറയാലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ. ആ ടൈം മാനേജ് ചെയ്യുന്നതിൽ നമുക്ക് അവസാനം ആക്ടിവിറ്റിക്ക് ടൈം കിട്ടാതെ വന്നതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ മോഡ്യൂളിൻ്റെ ആദ്യത്തിൽ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത്. പക്ഷെ അത് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇൻ ബിറ്റ്വീനോ അവസാനത്തിലേക്കോ തന്നെ കൊണ്ടുവരാം. ഫൈൻ. Sir, ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ 21 days ആവണോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? 21 days അതിന്റെ മിനിമം ടൈമാണ്. 60 days 6 എങ്കിലും നമ്മൾ ചെയ്താലേ ഹാബിറ്റ് ആവുകയുള്ളൂ എന്നാ പറയുന്നത്. 6 days 66 to 90 days. നല്ല പാഷനേറ്റ് ആയിട്ടുള്ള സാധനമൊക്കെ ആണെങ്കിൽ എന്താവുമെന്ന് വെച്ചാൽ 21 ദിവസം കൊണ്ട് തന്നെ നമുക്കത് കാരണം ഇമോഷനുമായിട്ട് അറ്റാച്ച് ചെയ്താൽ, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കോമൺ കണക്കാണ്. ഓരോ വ്യക്തിയിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒറ്റ തീരുമാനം എടുത്തിട്ട് നടപ്പാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിന് കപ്പാസിറ്റി ഉള്ളവരുണ്ട്. 90 ദിവസം ചെയ്തിട്ട് ടേച്ച് പോകുന്നവരുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ കുറച്ച് കോഷ്യന്റുകളുണ്ട്. നമ്മൾ അഡ്വേഴ്സിറ്റി കോഷ്യന്റ്, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പാഷൻ കോഷ്യന്റ്, ഇതൊക്കെ നമുക്ക് അളന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പാഷൻ കോഷ്യന്റ് കൂടുതലുള്ള ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഗോള് സെറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ചില കാലാകാലം നടപ്പാക്കാൻ കഴിവുള്ളവരാ. PQ എന്ന് പറയും. നമുക്ക് IQ കേട്ടിട്ടുണ്ടാവും, EQ കേട്ടിട്ടുണ്ടാവും. അതുപോലെ കുറെ ക്യൂസ് ഉണ്ട്. PQ ഉണ്ട്, AQ ഉണ്ട്, CQ ഉണ്ട്, ക്രിയേറ്റീവ് കോഷ്യന്റ്, SQ സോഷ്യൽ കോഷ്യന്റ്. അപ്പം ഇതിൻ്റെ ഒക്കെ സാധ്യതകൾ കൂടിയുണ്ട്. അതുകൊണ്ട് ജനറലി നമുക്ക് 21 ദിവസം എന്ന് പറയുമെങ്കിൽ പോലും 21 ദിവസം എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ പുസ്തകത്തിലാണ്, സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് 21 ദിവസം. മാക്സ്വെൽ. മാക്സ്വെല്ലിന്റെ സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്, അദ്ദേഹത്തിന്റെ ഒരു റിസർച്ച് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 21 days വരുന്നത്. പക്ഷെ അത് ആ സമയത്തേക്ക് നമ്മുടെ ന്യൂറോപാത്ത് റെഡിയാവും. പക്ഷെ അത് സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മളൊരു 66 to 3 months കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പുതിയ സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം. സർ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് മാമുക്കോയെ ഈ അഡിക്ഷൻ ആയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ അവരിങ്ങനെ പറയാണ്, ഇങ്ങനെ പതിയെ കുറച്ച് കൊണ്ടുവരണമെന്ന്. അപ്പൊ അത് കേട്ടപ്പോ മാമുക്കോയെ പറഞ്ഞു, ഞാൻ നാളെ തൊട്ട് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു ഇതിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറ്റുന്നവരുണ്ടാവും അല്ലേ? യെസ്, പറ്റുന്നവരുണ്ടാവും. ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും പറ്റുന്നവരുണ്ടായിരിക്കും. ശരിക്ക് അഡിക്ഷൻ അങ്ങനെ നിർത്താൻ പറ്റുകയാണെങ്കിൽ, വിഡ്രോവൽ സിംറ്റത്തെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ നിർത്തുന്നതാണ്. പതിയെ നിർത്തുന്നവർ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കുറച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കൂടിയും കുറഞ്ഞും കളിച്ച് തുടരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷന് അവസാനിപ്പിക്കാം. അടുത്തൊരാഴ്ച നമുക്ക് സെഷൻ ഉണ്ടാവില്ല. ഒരു തിരുവനന്തപുരം യാത്ര ഉണ്ട്. ഒരു ISRO വിസിറ്റ് ചെയ്യാൻ ഒരു ഡേറ്റ് കിട്ടിയിരിക്കുന്നത് 29-ാം തീയതിയാണ്, മഹീന്ദ്രഗിരി. അപ്പോൾ അതൊന്ന് ഒരു യാത്രയിലായിരിക്കും. അടുത്ത തിങ്കൾ ചൊവ്വാഴ്ച രാത്രിയെ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ദിവസം കൺവീനിയൻ്റ് ആണെങ്കിൽ അങ്ങനെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ സെഷൻ ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഗ്രൂപ്പിലിടാം. നമ്മുടെ ഈ പോസിറ്റീവ് മൈൻഡിൻ്റെ കൂടിച്ചേരലുകൾ ഫ്രീ ആയിട്ടുള്ള ആളുകൾ നമുക്ക് ഒന്ന് കൂടിച്ചേരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. എന്തായാലും ഞാനുണ്ടാവും. പിന്നെ 2 സെഷനിൽ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളും വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കാണുകയും ചെയ്യാം. പ്ലസ് എന്തായാലും കുറച്ച് ഇൻപുട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് അതിൻ്റെ. പിന്നെ കൂടെ ഒരുപാട് കാലം സഞ്ചരിച്ചിട്ടുള്ള ബാലകൃഷ്ണൻ സാറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. സാറ് വളരെ രസകരമായിട്ട് കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യുകയും നടപ്പാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്, ഒരു കൂടിച്ചേരൽ കൂട്ടായ്മ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Good night, സർ, ഗുഡ് Namaji. നൈറ്റ്. Good night.